الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് വലിയ സ്നേഹവും കാരുണ്യവും വിട്ടുവീഴ്ചയും ദയയും അനുകമ്പയും ഒക്കെ ഉള്ള ആളാണ്. പരിശുദ്ധ ഖുർആനിൽ 114 സൂറയിൽ 6000-ലധികം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഈ പറയപ്പെട്ട സിഫത്തുകളും വിശേഷണങ്ങളുമാണ് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോപമുള്ളവനാണ്, ശിക്ഷിക്കുന്നവനാണ്, വളരെ ശക്തമായ കഠിനമായ നിലപാടുകൾ സ്വീകരിക്കുന്നവനാണ്. അതൊക്കെ നമുക്ക് വിരലോണ്ട് എണ്ണിയെടുക്കാവുന്ന പ്രാവശ്യം മാത്രമേ ഖുർആൻ അള്ളാഹു അവനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ പറഞ്ഞില്ല. അതും അധികവും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ കുരുത്തക്കേട് കാണിച്ചപ്പം അവർക്കെതിരെ അള്ളാഹു നടപടി സ്വീകരിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് കടുത്ത സ്വഭാവം, ഷദീദുൽ ഇഖാബ്, ദുൻതിഖാം, ഇതൊക്കെ അള്ളാഹു പറഞ്ഞത്. പക്ഷെ പൊതുവെ അള്ളാഹു ഇഷ്ടമുള്ളവന്. നമ്മൾ അടിമകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണുന്നതും ആ ഒരു ഇഷ്ടത്തോടെയും ദയോടെയും നമ്മളോട് പെരുമാറുന്ന ഉടമസ്ഥനായിക്കൊണ്ടാണ്. അപ്പോഴേ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ഇബാദത്തുകളില് മുഹബ്ബത്തും തഅലീമും ഒക്കെ വരുള്ളൂ. ഇബാദത്ത് അങ്ങനെ ആയിരിക്കണം. ഇബാദത്തിന്റെ നിർവചനം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞെങ്ങനെയാണ്? അത്തദല്ലുലു ലില്ലാഹി അസ്സ വജൽ മുഹബ്ബതൻ വതഅദീമൻ ബിഫിഅലി അവാമിരിഹി വജ്തിനാബി നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചും നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ആദരവോടെയും അടിമകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്യരാവുക, വിനയാന്വിതരാവുക, അടിമകളാവുക. ഇതാണ് ഇബാദത്ത്. നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് മുഹബ്ബത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ, സലഫു സ്വാലിഹുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അടിമകളോട് സംസാരിച്ചപ്പോ അള്ളാഹുവിന്റെ ഈ പറയപ്പെട്ട തരത്തിലുള്ള വിശേഷണങ്ങൾ പറഞ്ഞ് അടിമകളുടെ മനസ്സിന് അള്ളാഹുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പേടിപ്പിക്കലല്ല വേണ്ടത്. അള്ളാഹുവിനെ പറഞ്ഞിട്ട് പേടിപ്പിച്ചൂടാ. നമ്മള് ഒരാള് വടി പിടിച്ച് ചാട്ടവാറ് പിടിച്ച് ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കണ എന്നും പറഞ്ഞ് നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മളെ നഫ്സിനേക്കാൾ അധികം സ്നേഹിക്കുന്ന റബ്ബിന്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ള നിസ്കാരവും ഇത് രണ്ടും രണ്ടായിരിക്കും. ഏത് ഇബാദത്താണെങ്കിലും അള്ളാന്റെ അടുത്തും ഇവ രണ്ടിന്റെയും സ്ഥാനം രണ്ട് സ്ഥാനത്തായിരിക്കും. മുഹബ്ബത്ത് അള്ളാഹുവിനോട് അടിമകൾക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ചും പരിശുദ്ധ റമദാൻ വരികയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റമദാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഇഷ്ടമുള്ള സ്നേഹമുള്ള അള്ളാഹു അടിമകൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അടിമകളോട് കാണിക്കുന്ന ഫദ്ലിന്റെ ഔദാര്യത്തിന്റെ ഭാഗമാണ് പരിശുദ്ധ റമദാൻ. അത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല. എങ്കിൽ നമുക്കൊരു ഇഷ്ടമില്ല, ഒരു മഹബത്തില്ല, ഒരു തഅദീമില്ല, ഒരു പരിഗണനയില്ല, അവർക്ക് റമദാൻ എന്ന ആ ഒരു മഹത്തായ ഇബാദത്തിന്റെ വില മനസ്സിലാവില്ല. നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ആദരിക്കുന്ന റബ്ബ് ആ അടിമകൾക്ക് വലിയ പല അവസരങ്ങൾ ഒരുക്കി കനിഞ്ഞരുളുന്ന ഒരു സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. അതിനെ മുഹബ്ബത്തോടെ സ്വീകരിക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ റമദാനിന്റെ വരവിൽ സത്യവിശ്വാസികൾക്ക് സന്തോഷമുണ്ടാവണം. സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ മാനസികമായ ഒരു ഒരുക്കം പരിശുദ്ധ റമദാനിന് വേണ്ടി വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് ഈമാന്റെ ഭാഗമാണ്.
കാരണം വരുന്ന അതിഥി ചില്ലറക്കാരനല്ല. നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പം നമ്മൾ എങ്ങനെയാ അതിഥി സ്വീകരിക്കുക? നിങ്ങൾക്ക് ഒളവണ്ണയിൽ എപ്പോഴും കണ്ടു പരിചയമുള്ള ഒരാൾ വൈകുന്നേരം നടന്നു പോകുമ്പോൾ വീട്ടിന്റെ മുറ്റത്ത് നമ്മളെ കണ്ടു അസ്സലാമു അലൈക്കും വന്നിട്ട് കേറി എന്താ കൊടുക്കുക? പറയും. എന്താ കൊടുക്കുക? എല്ലാ ദിവസവും കാണുന്ന ഒരാൾ വരക്കേക്ക് വന്നാൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ചായ ക്ലാസ് കുടിച്ച് വർത്താനം പറഞ്ഞിട്ട് പോകും. എന്നാൽ കുറച്ചും കൂടി ഒരു ആലമ്പത്ത് കൊടുക്കുന്ന, ബഹുമാനം കൊടുക്കുന്ന അതിഥി വന്നാലോ ഉള്ളിലേക്ക് വിളിച്ചിരുത്തും, ഫാനിട്ട് കൊടുക്കും, അല്ലെങ്കിൽ AC ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ചട്ടിപ്പത്തിരിയോ കൈപ്പൊളാറ്റ് ഉണ്ടാക്കിയിട്ട് അതും ചായയും കൂടി കൊടുക്കും. ആതിഥ്യം. കാരണം വന്ന ആള് കുറച്ച് മഹത്വമുള്ള ആളാണ്. എന്നാൽ അതിനേക്കാളും വലിയൊരു പാർട്ടി ലീഡർ വന്നാലോ, കൊളവണ്ണയിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിയുടെ ഒരു വലിയ നേതാവ് വന്നിട്ട് ഇന്ന് ഇന്നാളെ വീട്ടിലേക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞു വന്നാൽ എന്തായിരിക്കും ആ വീട്ടിലെ ബഹളം? വീട്ടിന്റെ ഉള്ളിലും പുറത്തും അടുക്കളയിലുള്ള ആ ഒരു ചർച്ചയും ബഹളവും ഒച്ചയും എന്തായിരിക്കും? ആ തീമേശന്റെ മുകളിൽ എന്തൊക്കെ പലഹാരങ്ങൾ നിറയും? കാരണം വന്ന ആള് അങ്ങനത്തെ ഒരാളാണ്. എങ്കിൽ സത്യവിശ്വാസികൾക്ക് പരിശുദ്ധ റമദാൻ അങ്ങനെ ആതിഥ്യം അരുളേണ്ടുന്ന വിലപിടിപ്പുള്ള അതിഥിയാണ്. എങ്കിൽ ആ അതിഥി വരുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വെപ്രാളം തുടങ്ങും. നമുക്ക് പ്രത്യേകിച്ചുള്ള ഒരു മാനസികമായിട്ട് പ്രത്യേക ഒരു വികാരം വരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുണ്ടായിരുന്നു. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നമ്മുടെ 2 ചങ്ങായിമാരുണ്ടായിരുന്നു. ഉറ്റ ചങ്ങാതിമാരാണ് അവർ. എല്ലാത്തിനും ഒരുമിച്ച് കൂടെ ഉണ്ടാവും. പക്ഷെ ഒരാള് ജിഹാദില് ഷഹീദായി. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ കൊതിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതമായ ഇബാദത്താണ്. അള്ളാന്റെ അർശിൽ നാട്ടപ്പെട്ട കൂടുകളിൽ പച്ച നിറത്തിലുള്ള പക്ഷികളെ പോലെ അവര് പറക്കും എന്നാണ് ഹദീസിലുള്ളത്. ശുഹദാക്കൾ. അദ്ദേഹത്തിന്റെ മറ്റേ ചങ്ങാതി പൂർണ്ണമായ 1 വർഷം കഴിഞ്ഞതിന് ശേഷം പൊരക്ക് കടന്നിട്ട് സാദാ സീത മരിക്കും പോലെ മരിച്ചു. വിഷയം രണ്ടാളെയും മരണമല്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. ഈ 2 ആൾക്കാരെ കാണുന്നെന്താ അറിയോ? രണ്ടാമത് മരണപ്പെട്ട ഇവരുടെ ഈ ചങ്ങാതി ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നു. അതിന് ശേഷം ഷഹീദായ ആള് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നു. അദ്ദേഹം ഞെട്ടി എണീച്ചു. രാവിലെ ആവാൻ കാത്തുനിന്ന് സുബഹ് കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വന്ന് ചങ്ങാതിമാർക്ക് ഈ സ്വപ്നം വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? മറ്റേയാള് ജിഹാദിന് ഷഹീദായ വ്യക്തിയാണ്. അയാളെക്കാളും ആദ്യം എങ്ങനെയാണ് മറ്റോനെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുക? സഹാബാക്കളുടെ ചർച്ചയായി, ബഹളമായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിലേക്ക് വന്നു. ഒച്ച കേട്ടപ്പോ തങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം എന്താ അറിയോ? മിൻ അയ്യി ദാലിക തഅജബു. അതിലെന്താണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? നിങ്ങൾക്ക് അത്ഭുതപ്പെടാൻ മാത്രം, ഇങ്ങനെ സംശയത്തോടെ വർത്താനം പറയാൻ മാത്രം എന്താ അതിലുള്ളത്? സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ ചങ്ങാതിമാരിൽ ഒരാൾ ഷഹീദായതല്ലേ, മറ്റേയാള് സാധാ പോലെ പുരക്ക് കിടന്നിട്ടല്ലേ മരിച്ചത്. അപ്പൊ ആ ഷഹീദായ ആളല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയാളെ കൂട്ടുകാരന് 1 വർഷം അധികമായി അല്ലാഹു നൽകിയില്ലേ? അതേ നബിയെ. ആ 1 വർഷത്തിൽ അയാൾക്കൊരു റമദാൻ കിട്ടിയില്ലേ? അതാ ചോദ്യം. വേറെന്തെല്ലോ ഉണ്ട് ഇസ്ലാമില് നന്മകള്. അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അതെല്ലാം ചോദിക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ആ 1 വർഷത്തിൽ അയാൾക്കൊരു റമദാൻ അധികം കിട്ടിയല്ലോ. വസാമ വസല്ല കദാ വകദാ. അയാൾ ആ റമദാനിൽ നോമ്പെടുത്തില്ലേ? ആ റമദാനിൽ അയാൾ നിസ്കരിച്ചില്ലേ? ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? എങ്കിൽ വല്ലാഹി മാ ബൈനഹുമ, ഈ 2 ചങ്ങാതിമാരുടെയും ഇടയിലുള്ള വ്യത്യാസം അല്ലാഹുവിന്റെ അടുക്കൽ അബ്അദു മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെ ഈ 2 പേരുടെയും കൂലിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ വ്യത്യാസം. എന്താ കാരണം? ഒരാൾക്ക് റമദാൻ അധികം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ റമദാനിന് കൊടുത്തിരിക്കുന്ന വില എന്തായിരിക്കും? ശരി, നമുക്ക് എത്ര റമദാനുകൾ കിട്ടിക്കഴിഞ്ഞു പോയി?
അതെന്തായിരിക്കും നാളെ ആഖിറത്തിൽ അള്ളാന്റെ മുന്നിൽ? എങ്ങനെയായിരിക്കും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവുക, ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതുകൊണ്ടാ പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക് ഒരു റമദാൻ കൂടി കിട്ടും എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമാണ്, സന്തോഷിക്കുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിന്റെ അവസാനത്തിന് മദീന പള്ളിയിലെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ, അയ്യുഹന്നാസ്, ജനങ്ങളെ വരിൻ, ഒരു കാര്യം പറയാനുണ്ട്. ഹജ്ജിന്റെ മാസത്തിലൊന്നും ഹദീസ് അങ്ങനെ കാണുന്നില്ല. പവിത്രമാണെന്ന് അള്ളാഹു പറഞ്ഞ മുഹറത്തിലോ റജബിലോ ദുൽഖഅദയിലോ ദുൽഹിജ്ജയിലോ ഒന്നും ആ വിളിയൊന്നുമില്ല. പക്ഷെ റമദാൻ വരാനാകുമ്പോ ശഅബാന്റെ ലാസ്റ്റ് ദിവസം മിമ്പറിൽ കയറി, എന്നിട്ട് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഖദ് അതാകും ശഹ്റു റമദാൻ. 12 മാസമല്ലേ, അതിലൊന്നാണല്ലോ റമദാൻ. മിമ്പറിന്റെ മുകളിൽ ഇതാ റമദാൻ മാസം വരാൻ പോകുന്നു. അപ്പൊ റസൂൽ എങ്ങനെയായിരിക്കും ആ മാസത്തെ കാണുന്നുണ്ടാവുക? എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടായിരിക്കും മിമ്പറിന്റെ മുകളിൽ കയറി സഹാബത്തിനെ വിളിച്ചിട്ട് ഇതാ റമദാൻ വരലായി എന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ടാവുക. പിന്നെ പറയാൻ ഷഹ്റും മുബാറക്. നിങ്ങൾ ഹദീസിന്റെ കിതാബുകള് പരതി നോക്കി, ഒരൊറ്റ മാസത്തെ പറ്റിയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക്കായ മാസം എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ശഅബാനുമില്ല, ശവ്വാലുമില്ല, റജബുമില്ല, മുഹറമില്ല, ഒന്നിനെ പറ്റി പറഞ്ഞില്ല. ഷഹ്റും മുബാറക് എന്ന് പറഞ്ഞ സത്യവിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ എന്തോ ഒരു മഹത്തായ സംഭവം അള്ളാഹു ഇങ്ങനെ അടിമകൾക്ക് കനിഞ്ഞരുളുകയാ, അതിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണം. ആ രീതിയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം. എത്ര ഒരുക്കങ്ങൾ വേണം, എത്രത്തോളം അതിന് നമ്മൾ മാനസികമായും ശാരീരികമായും ഒക്കെ തയ്യാറാവണം. എന്നിട്ട് പിന്നെയും പറയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കളെ, ചെറിയ മുബാറക്കല്ല ഈ മാസം, ചെറിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട മാസമല്ല. ആ മാസം അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ നോമ്പിൽ സംതിങ് എന്തോ ഉണ്ട്, അതാണ് അങ്ങനെ പറയില്ലല്ലോ. ആ മാസം പ്രത്യേകം ചെയ്യാൻ പറയപ്പെട്ട മറ്റു പല കാര്യമുണ്ട്, കൂലി കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് ആ മാസത്തിൽ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം? ഉലമാക്കൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറയുന്നു, അസ്സൗമു ലി, പറഞ്ഞോളി, ഓർക്കുവാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, ഒരുപാട് കേട്ട ഹദീസാണ്. അസ്സൗമു ലി വഅന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, കൂലി ഞാൻ കൊടുത്തോളാം. എന്താണ് കൂലി എന്ന് പറയപ്പെടാത്ത ഒരൊറ്റ അമൽ നോമ്പ് മാത്രം. ബാക്കി എല്ലാ ഇബാദത്തിന്റെയും സവാബ് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ഹദീസിലുണ്ട്. നോമ്പിന്റെ ഇല്ല. നോമ്പിൽ അങ്ങേയറ്റം പറയാവുന്നത് പറഞ്ഞു, ബാബു റയ്യാനോട് സ്വർഗത്ത് പോകാൻ പറ്റും. അത് അങ്ങേയറ്റം പറയാവുന്ന ഒരു സവാബാണ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് എന്തോ അള്ള കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൂലി ഞാൻ കൊടുത്തോളാം. കൂലി എന്താ നിങ്ങൾ പറഞ്ഞു നോക്കണ്ട. എന്റെ കാരണം ഭക്ഷണവും വെള്ളം ഒഴിവാക്കിയത് എനിക്ക് വേണ്ടി മാത്രം. ഇല്ലേ, ആരും കാണാണ്ട് ഉള്ള സമയത്ത് വെള്ളം കുടിച്ചൂടെ? പണ്ട് സ്കൂളിൽ വരുമ്പോ ഉച്ചക്ക് ഹൗദുന്ന് എത്ര വെള്ളം കുടിച്ചു? ദുഹ്റിസ്കരിക്കാൻ ആകെ നോമ്പിനെ പോവുള്ളൂ. പൊതുവ് ചെയ്യുമ്പോ ഹൗദുന്ന്, അതും മീനെല്ലാം കാഷ്ടിച്ച് മോശമാക്കിയ വെള്ളമാണെങ്കിൽ കുളത്തിലെ വെള്ളം എത്ര കുടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിന്? അവര് പറഞ്ഞിട്ടാ വൈകുന്നേരം പുറക്കേക്ക് പോകുമ്പോ നമ്മളെക്കാളും വലിയ നോമ്പുള്ള പോലെ ആരും ഇല്ല നാട്ടിൽ. അമ്മാതിരി ക്ഷീണത്തിനും തലകുണിച്ചിട്ടാ പുറക്കേക്ക് പോക്ക്. ആരും അറിയില്ല. ഒരാളെ മുഖം നോക്കിയിട്ട് നമുക്ക് നോമ്പുണ്ടോന്നോ ഇല്ലോന്നോ പറയാൻ കഴിയില്ല. ചിലപ്പം ഭയങ്കര ക്ഷീണിച്ചിട്ട് പള്ളിയുടെ മൂലക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ പോകുന്നുണ്ട്. ബാക്കിൽ നമ്മൾ പറയും, പാവം നോമ്പ് വല്ലാണ്ട് പിടിച്ചിടം തോന്നും, നോമ്പ് തലക്കറി തോന്നും, ആകെ ക്ഷീണിച്ചു. നീ 2 ദിവസമായിട്ട് നോമ്പേ ഉണ്ടാവില്ല, നോമ്പ് പോയിട്ട് ബിരിയാണി വെച്ചിട്ട് വന്നിരിക്കുന്നതായിരിക്കും. നോക്കിയിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ ഒരുത്തൻ നല്ല ചക്ക പോകാം, നല്ല പയറ് പോലെ വൈകുന്നേരം ഓടുന്ന് ചാടുന്ന്, ജ്യൂസ് ഉണ്ടാക്കുന്നു, പിന്നെ പൈനാപ്പിൾ മുറിക്കുന്നത്, വത്തക്ക മുറിക്കുന്നത്, ബിരിയാണി സമൂസ റെഡിയാക്കുന്നു. അപ്പൊ നമ്മള് ബാക്കിൽ ഇരുന്ന് ചിലപ്പോ പറയും, ഇന്ന് സംതിങ് കൂടി ഇല്ലാന്ന് തോന്നുന്നു. സംഭവം അത് കണ്ടിട്ടൊരു നോമ്പുകാരനെ പോലെ തോന്നുന്നില്ല.
എന്നാ ഓൻ നല്ല പക്ക നോമ്പുകാരനുമായിരിക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു യദഉ തആമഹു വശറാബഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കി, ഞാൻ മാത്രമേ അറിയുള്ളൂ ഒരു നോമ്പുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് കൂടി ഞാൻ കൊടുത്തോളാം. അങ്ങനെ പറയപ്പെട്ട ഒരു നോമ്പിത നിർബന്ധമാക്കപ്പെട്ട മാസമാണ് വരാൻ പോകുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് തസവ്വുറാക്കി നോക്കണം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്. ഇതൊക്കെ നമ്മളെല്ലാ റമദാനിലും കേൾക്കുന്ന ഹദീസാണ്. പക്ഷെ ഒന്ന് തസവ്വുറാക്കണം, സങ്കല്പിക്കണം. അതാണ് റസൂലിന്റെ വാക്ക്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്. ഒരു ദിവസം ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ, ഫീ സബീലില്ലാഹ്, ഫീ സബീലില്ലാഹ്, അണ്ടർലൈൻ. എല്ലാ നോമ്പുകാരനും ഈ പറയാൻ പോകുന്ന കൂലിയില്ല. എല്ലാ വിശപ്പുള്ളവനും ദാഹമുള്ളവനും ഈ കൂലിയില്ല. പിന്നെ ഉള്ളതാർക്കാൻ? ഫീ സബീലില്ലാഹി, നോമ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ? തിന്നില്ല, കുടിക്കില്ല, വിചാരങ്ങൾക്ക് അടിമപ്പെടൂല്ല, എന്നാലോ കണ്ണിനും നോമ്പുണ്ടാവും, കാതിനും നോമ്പുണ്ടാവും, നാവിന് നോമ്പുണ്ടാവും, കൈകാലുകൾക്ക് നോമ്പുണ്ടാവും, മനസ്സിന് നോമ്പുണ്ടാവും. അങ്ങനെ നോമ്പ് അവനെ പൊതിഞ്ഞു വെച്ച നോമ്പുകാരന. അതാണ് ഫീ സബീലില്ലാഹ്. അങ്ങനെ ആയാലേ ഈ കൂലി കിട്ടൂ. കാരണം ഈ കൂലി അപാരമായ കൂലിയാണ്. അപ്പൊ അന്ന മുന്ന നോമ്പിലൊന്നും ആ കൂലി ഒന്നും കൊടുക്കൂല. എന്താ അന്ന മുന്ന നോമ്പ് എന്ന് പറഞ്ഞാൽ? തിന്നുന്നില്ല, കുടിക്കുന്നില്ല, എന്നാലോ നാവ് റെഡിയില്ല, കണ്ണ് റെഡിയല്ല, കാത് ക്ലിയർ അല്ല, അതിനൊന്നും നോമ്പില്ല. പക്ഷെ നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്, വൈകുന്നേരം നമുക്ക് നല്ല ക്ഷീണമുണ്ട്. ഇത് ഫീ സബീലില്ലാഹി അല്ല, അവർക്ക് ഈ പറയാൻ പോകുന്ന സവാബി ഇല്ല. കാരണം സവാബ് എന്താ അറിയോ? ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫൻ, 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് ദൂരെയാക്കി സൂക്ഷിക്കും, സംരക്ഷിക്കും. അത്ര വലിയ കൂലി അന്നാമുന്ന നോമ്പുകാരന് കൊടുക്കും റബ്ബ്? തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാ പറഞ്ഞ ഫീ സബീലില്ലാഹ്. ഇതെപ്പാന്നറിയോ? വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അല്ലാഹു പറഞ്ഞ സന്ദർഭമാണ്. വജാഅ റബ്ബുക, നിന്റെ റബ്ബിന്റെ വരവായി. ഇതുവരെ കാണാത്ത റബ്ബ് വിചാരണക്ക് വേണ്ടി മഹ്ശറിലേക്ക് വരികയാണ്. വൽ മലകു സഫൻ സഫാ, അണിയണിയായി മലക്കുകൾ മനുഷ്യനെ വലയം ചെയ്ത് കൊണ്ടുവരും. അന്നേരമായിരിക്കും ചോദിക്കുക ചില ആൾക്കാർ, ഐനൽ മഫർ, ഐനൽ മഫർ, എവിടെയാ ഒന്ന് പോയിട്ട് ഒളിക്കുക, എവിടെയാ ഒന്ന് ഒളിച്ചുകൂടുക, കാണാണ്ടൊന്ന് രക്ഷപ്പെടുക, എങ്ങോട്ടാ ഒന്ന് ഓടുക, എല്ലാം സംഭവിക്കാൻ പോകുന്നു, കേട്ടതല്ല യാഥാർത്ഥ്യമാവുക, എവിടെ പോയിട്ടാ ഒന്ന് ഒളിച്ചുകൂടുക. അള്ളാഹു പറഞ്ഞു, കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. ഇനി ഓടിയിട്ട് ഒളിച്ചിട്ട് കാര്യമില്ല, ഒളിക്കാൻ കഴിയൂല. മലക്കുകൾ വലയം ചെയ്ത് ഉന്തി ഉന്തി വിടും. വജീഅ യൗമഇദിൻ ബിജഹന്നം, ഒരു ഭാഗത്ത് അല്ലാഹു നരകത്തെ കൊണ്ടുവരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 70,000 മലക്കുകൾ 70,000 ചങ്ങലകളിൽ ബന്ധിച്ച് യജുറുഹു, അതിനെ വലിച്ചാണ് കൊണ്ടുവരിക മഹ്ശറിലേക്ക്. അള്ളാഹു പറഞ്ഞ വാക്ക്, അടുത്ത വാക്ക് യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്നേരം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും. ഏത് കാണുമ്പം? നരകം കാണുമ്പം ആകെ വെപ്രാളമാകും, ആകെ വിറക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ വളരെ സങ്കടത്തിന് ആത്മകഥം പറയാൻ തുടങ്ങും, എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വഅന്നാ ലഹു ദിക്റ, ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ സന്ദർഭത്തിൽ ഒറ്റ ഒരു നോമ്പ് ഫീ സബീലില്ലാഹി എടുത്തവൻ നരകത്തിന്റെ 7 അയലത്തുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ 700 കൊല്ലത്തെ വഴിദൂരത്തിനപ്പുറത്ത് അള്ളാഹു അവനെ സംരക്ഷിച്ചിട്ടുണ്ടാവും. എങ്കിൽ പ്രായപൂർത്തിക്ക് ശേഷം എടുത്ത നോമ്പുകളൊക്കെ ഫീ സബീലില്ലാഹി ആണെങ്കിൽ അത്ര വലിയ ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ മുബാറക്കായ മാസമാണ് വരാൻ പോകുന്നത്, സന്തോഷിക്കണം മുഅ്മിനീങ്ങൾ. ആ നോമ്പ് എടുക്കാൻ കിട്ടുന്ന ചാൻസ് വരാൻ പോവാൻ അള്ളാഹു നസീബാക്കി തരട്ടെ. നിർത്തുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം നിർത്തുന്നില്ല. വരാൻ പോകുന്ന ആ മാസത്തെ പിന്നെയും വർണ്ണിക്കുക. അതെന്തിനാണെന്നറിയോ?
മുമ്പിലിരിക്കുന്ന സഹാബാക്കൾക്ക് ആശ കൊടുക്കാൻ, അവർക്ക് ആവേശം ഉണ്ടാക്കാൻ, ആർത്തി ഉണ്ടാക്കാൻ, വലിയ വലിയ നീയത്തുകളോടെ ആ മാസത്തിലേക്ക് പ്രവേശിക്കാൻ. സുഹൈബ് പിന്നെയും പറഞ്ഞു, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ 8 വാതിലുകളും പിറകാണലോടുകൂടി തുറക്കപ്പെടാൻ പോവാൻ. ബാക്കി 12 മാസങ്ങളിൽ ഒരു മാസത്തിലും സംഭവിക്കാത്ത അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. സ്വർഗത്തിന്റെ വാതിലെല്ലാം മറക്കെ തുറന്നിട്ടു. അതെന്തിനായിരിക്കും? അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വാതിലുകൾ തുറക്കപ്പെടുന്നതും ഈ ഭൂമിയിലെ നമ്മുടെ നോമ്പും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ബഹുമാനപ്പെട്ട ഉലമാക്കൾ ശറഹ് പറഞ്ഞു, നോമ്പുകാരനായ സത്യവിശ്വാസി ബോധമുള്ളവനാണെങ്കിൽ ആ ഒരു മാസം അവൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള പരിപാടികളാണ്. അതല്ലാത്തതൊന്ന് ആ മുഅ്മിൻ ചെയ്യലുണ്ടാവൂല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ട്, ഓടിക്കോളെ, പഴാക്കാൻ കഴിയില്ല. നരകത്തിന്റെ വാതിലുകൾ തൽക്കാലം അടച്ചിട്ടു. തൽക്കാലമാണ്. ചൊവ്വാൽ 1 തുറക്കും. എന്നിട്ട് നിർത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു, നരകത്തിന്റെ വാതിൽ അടച്ചു. ഇനിയുള്ള ജോലി മുഅ്മിനീങ്ങൾക്ക്. അവനെ പിഴപ്പിക്കാനും വസ്വാസ് ഉണ്ടാക്കാനും ശ്രമിക്കുന്ന പിശാചുക്കൾ, പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പൂർണ്ണ അവസരം അള്ളാഹു ഒരുക്കി തന്ന ഒരു മാസം ഇതാ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ആ സന്തോഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അവസാനം ഒരു വിശേഷണം കൂടി പറഞ്ഞു, ഫീഹി ലൈലത്തുൻ, ആ മാസം ഒരു രാത്രിയുണ്ട്, ഖൈറുൻ മിൻ അൽഫി ഷഹർ, അത് 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. എന്തിനായിരിക്കും? അപ്പൊ തന്നെ പറഞ്ഞ് മക്കൾ വല്ലാത്തൊരു വാക്ക് പറഞ്ഞു. ഇത്രയും പറഞ്ഞ സന്തോഷ വാർത്തകളാണ്. നോമ്പ് നിർബന്ധമുണ്ട്, സ്വർഗം തുറന്നു, നരകം അടച്ചു, ശൈത്താന്മാരെ ചങ്ങലക്കിട്ടു, ലൈലത്തുൽ ഖദർ എന്ന അതിമഹത്തായ രാത്രിയും ആ മാസത്തിൽ അള്ളാഹു സംവിധാനിച്ചു. 5 ബശാറത്തുകളാണ്. പക്ഷെ തൊട്ടടുത്ത് ശക്തമായ ഒരു താക്കീതും പറഞ്ഞു, സഹാബാക്കളെ, ഫമൻ ഹുരിമ ഖൈറഹ, ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധ റമദാനിന്റെ ഈ ഉന്നതമായ അതിഥിയുടെ ഗുണങ്ങളും ഖൈറുകളും ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലുഹു, അവൻ മുഴുവൻ നന്മയും നിഷേധിക്കപ്പെട്ടവനും നഷ്ടപ്പെട്ടവനുമാണ്. അതുകൊണ്ട് സഹാബാക്കളെ, അതിന് നിൽക്കരുത്, ഒരുങ്ങിക്കോളെ. ഈ രാത്രി അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, ഏതാണെന്നറിയില്ല. ശഅബാന്റെ ലാസ്റ്റ് പ്രസംഗിക്കുന്നത്. ഒരു മാസനിയുണ്ട്, അല്ലെങ്കിൽ 20 ദിവസമുണ്ട്. കച്ചവടമൊക്കെ തർത്തീമാക്കിക്കോളെ, ജോലി ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ ലീവ് എടുത്തോളെ, ബാക്കി കാര്യങ്ങളൊക്കെ തർത്തീമാക്കി പ്ലാനാക്കി വെച്ചോളെ. അവസാനത്തെ 10 ദിവസത്തിലെ ഏതോ ഒരു രാത്രി 83 വർഷത്തേക്കാൾ ഖൈറ, അത് ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു തന്നതാ. നഷ്ടപ്പെട്ടു പോവണ്ട, ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കാത്തിരുന്നോ, ആ ദിവസം സ്വീകരിച്ചെടുത്തോളൂ. താക്കി അങ്ങനെ ഒരുങ്ങുന്നവനായിരിക്കും സത്യവിശ്വാസി, മുഅ്മിൻ. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത്തസ്ദീഖു ബിൽ ഖൽബ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ കൽബ് കൊണ്ട് സത്യമാക്കി സ്വീകരിക്കുന്നവനാണ്. എങ്കിൽ ഒരുക്കം തുടങ്ങി, കച്ചവടം തർത്തീബാക്കലായി, ജോലിയൊക്കെ പ്ലാൻ ചെയ്യലായി, റമദാനിന് കഴിയുന്ന സമയവും ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാക്കലായി മുഅ്മിൻ. അങ്ങനെയായിരിക്കും. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് മക്കളെ, നമുക്ക് പരിചയമുള്ള ആൾക്കാർ. റമദാൻ ആകുമ്പോഴേക്ക് വലിയ ബടാ ബിസിനസ്മാൻ, ഫുൾ തർത്തീബ്. ലാസ്റ്റ് 10 അയാളെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, അയാളെ പള്ളിയിലായി. മുഅ്മിൻ, അയാളെ പേരാണ് സത്യവിശ്വാസി. അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നേരെ ഉൾട്ടുള്ള മനുഷ്യന്മാരുണ്ട്. ശഅബാൻ തീരുന്നതേ അറിഞ്ഞില്ല, റമദാൻ വന്നതേ അറിയില്ല, റമദാനിൽ ഒരു ആദരവും അവന്റെ ഭാഗത്തു നിന്നില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരധ്വാനവുമില്ല. എന്തായിരിക്കും എന്റെ അർത്ഥം? ഒരു മക്കൾ പറഞ്ഞ വാക്ക് എന്താ അറിയോ? യദുല്ലു അലാ ദുഅഫി ഈമാനിഹി,
അതവന്റെ ഈമാനിന്റെ ബലഹീനതയെ സൂചിപ്പിക്കുന്നു. ആ ഈമാനുമായിട്ട് നമ്മൾ എങ്ങോട്ടാ പോവാൻ നിൽക്കുന്നത് അറിയോ? ബാബുർ റയ്യാന്റെ മുമ്പിലുള്ള ക്യൂവിലേക്ക് ഏറ്റൂല. കാരണം ബാബുർ റയ്യാനുള്ളത് റമദാനിന് വേണ്ടി പ്രത്യേകം തയ്യാറായി അതിനു വേണ്ടി പണിയെടുത്ത സഹാബാക്കളും മുൻഗാമികളും മുഅ്മിനീങ്ങളുമാണ്. ആ ക്യൂവിൽ പോവാൻ എന്തെങ്കിലും ഒരു അർഹത വേണം. പ്രിയപ്പെട്ട ഒളവണ്ണയിലെ മുഅ്മിനീങ്ങളെ, ദീൻ തമാശയല്ല. എങ്ങനെ? ദുനിയാവിലാണെങ്കിൽ ആരെങ്കിലും ഓനെ വിട്ടേക്ക് പോയിക്കോട്ട്, നമ്മളാളാണ്, വിടും. ദുനിയാവിലെ സെറ്റപ്പ് എങ്ങനെയാണ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മേശന്റെ അടി കൂടി തള്ളിയിട്ട് രക്ഷപ്പെടും. ആഖിറത്തിൽ ആ പരിപാടിയില്ല. ഈമാൻ ഉള്ളവന് പറയപ്പെട്ടതെല്ലാം ഉണ്ട്. കളിതമാശയാക്കിയവന് ഒന്നുമില്ല. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. എന്നെയും നിങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മുന്നേ കളിയൊന്നുമില്ല. റമദാനാണ്, നോമ്പാണ്. അതിന്റെ ഗൗരവത്തിൽ കണ്ടവൻ അവൻ വേറെ തന്നെ. അതിനെ പരിഗണിക്കാത്തവൻ നാളെ ആഖിറത്തിൽ പരിഗണിക്കപ്പെടുന്നവനേ അല്ല. കാരണം തെളിവെന്താ അറിയോ? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആൻ, ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الخاسرون. അള്ളാഹു കാക്കട്ടെ. ولا تكونوا, എന്താ അർത്ഥം? നിങ്ങൾ ആവരുത് അള്ളാഹുവിന്റെ വിരോധനം അടിമകളോട്, കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നവനെ പോലെ. റമദാനിനെ പരിഗണിക്കാത്തവൻ അള്ളാഹിനെ മറന്നവനാണ്. കാരണം റമദാൻ തന്നത് അള്ളാഹുവാണ്, റഹ്മത്തായി തന്നതാണ്. അതിനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ തന്ന ആളെ പരിഗണിക്കാത്തതിന് സമാണ്. കല്ലദീന നസുല്ലാഹ്. അപ്പൊ എന്താ സംഭവിക്കാൻ അറിയോ? ഫഅൻസാഹും അൻഫുസഹും. പേപ്പർ എടുത്തിട്ട് മാറ്റി വെച്ചു. മേശപ്പുറത്ത് നമ്മളെ പേപ്പർ എത്തും, കൃത്യമായിട്ട് മക്കൾ കൊണ്ടുപോയി വെക്കും. പക്ഷെ എടുത്തിട്ട് മാറ്റി വെക്കും. ആരെന്നറിയാം? അവർ ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടവാളികളാണ്. തെമ്മാടികൾ. എല്ലാം കഴിഞ്ഞു, ഒരു ഉപകാരവും കിട്ടിയില്ല. ഈ അതിഭയങ്കരമായ ചാൻസ് ഒന്നുകൂടി അള്ളാഹു തന്നു, പിന്നെയും തന്നു, പിന്നെയും തന്നു, എന്നിട്ടും ഉപയോഗിച്ചില്ല. ഒന്നെക്കാളും വലിയ ഫാസിൽ വേറെ ആരുണ്ടാവും? അള്ളാഹു കാക്ക. പ്രിയപ്പെട്ടവരെ, 2025 നമ്മളെ കഴിഞ്ഞുള്ള ഇതേപോലെ ഇരുന്നിട്ടുണ്ട് ഇവിടെ. നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും ദാറുൽ ജസായിലാണ്. അമലുകളില്ല, ഇനി നോമ്പില്ല, തറാവീഹില്ല, ഖിയാമുൽ ലൈലില്ല, ദുആ ഇല്ല, സദഖയില്ല, ഇനി ആ പരിപാടികളൊന്നുമില്ല. ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. പോയി കഴിഞ്ഞു പോയി. എന്തെങ്കിലും ചെയ്തെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ അല്ല. അത്ര വലിയ ഉന്നതമായ മാസമാണ് വരാൻ പോകുന്നത്. എന്ത് ചെയ്യണം നമ്മൾ? പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നതിൽ നമുക്ക് ഉലമാക്കൾ തന്ന വളരെ വിലപിടിപ്പുള്ള ചില ഉപദേശങ്ങളുണ്ട്. അതിലൊന്നെന്തെന്നറിയോ? ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. ഈ റമദാനിലെ നോമ്പും നിസ്കാരവും മറ്റ് കർമ്മങ്ങളും ഒക്കെ നിർബന്ധാണല്ലോ. ആർക്ക് നിർബന്ധം? മുസ്ലിമിന്. എന്ന് പറഞ്ഞാൽ ഒരു കന്തൂറയും തൊപ്പിയും താടിയും വെച്ചാൽ മുസ്ലിമായി. മാർക്കം ചെയ്ത മുസ്ലിമായി. അബ്ദുള്ള എന്ന് പേരും വെച്ചു. ഗവൺമെന്റ് ലിസ്റ്റിൽ, ഓബിസിന്റെ ലിസ്റ്റിൽ പേര് വന്നു. ഇസ്ലാം മാപ്പിള, മുസ്ലിമായി ഇല്ല. ഓണിതൊന്നും ബാധകമല്ല. നോമ്പ് നിർബന്ധമല്ല. ഒരു വെറും നമ്മുടെ നാട്ടിൽ ഒരു മലയേട്ടനോ മറിയാമ്മ ചേട്ടത്തിയോ ജോസഫേട്ടനോ ഈ റമദാന്റെ ക്ലാസ് എല്ലാം കേട്ട് ആവേശമായി നോമ്പെടുക്കാൻ. അവർ വന്നിട്ട് പറഞ്ഞു, പിന്നെ നമ്മളുണ്ട് നോമ്പെടുക്കാൻ. 30 ദിവസം നോമ്പെടുത്തു. തറാവീഹിന് ഖിയാമുൽ ലൈലിലൊക്കെ ബാക്കിൽ ഇങ്ങനെ വന്നിരിക്കും വലിയ ഭവ്യതയോടെ. ശവ്വാൽ 1-ന്റെ അന്ന് മലക്കുകൾ അവർക്ക് സമ്മാനം കൊടുക്കുവോ? ഇല്ല. എന്തുകൊണ്ടില്ല? മുസ്ലിമല്ല. എങ്കിൽ മുസ്ലിമായവർക്ക് ഇത് ബാധകം തന്നെയാവുന്നുള്ളൂ. എന്തുകൊണ്ടറിയോ? പരിശുദ്ധ റമദാനിന്റെ ഷർത്തുകളിൽ, നോമ്പിന്റെ സിയാമിന്റെ ശുറൂത്തുകളിൽ ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിമാവും. എങ്കിൽ റമദാനു വേണ്ടി നമ്മൾ അഹ്ലൻ റമദാൻ എന്നല്ലേ വിഷയം വെക്കുക. റമദാനിന് സ്വാഗതം ചെയ്യുന്നവൻ ആരായിരിക്കണം? മുസ്ലിമായിരിക്കണം.
അള്ളാഹു എന്നെ നിങ്ങളെ ആക്കട്ടെ. അതിന് 3 കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതുണ്ടെങ്കിൽ ഓക്കെ, തയ്യാറായിക്കോളി. അതില്ലെങ്കിൽ തൗബ ചെയ്തിട്ട് തയ്യാറായാൽ മതി. അതിലൊന്നും അറിയോ? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. വല്ലാഹി അതില്ലാത്തവന് നോമ്പില്ല. എടുത്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കുന്നു എന്ന് പറയാൻ അള്ളാഹു ഉപയോഗിച്ച രീതി യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. എല്ലാ അന്യമുന്നക്ക് നോമ്പ് നിർബന്ധമില്ല. നിങ്ങൾക്ക്, മുഅ്മിനുകൾക്ക്, മുസ്ലിമുകൾക്ക് അല്ലാത്ത നോമ്പ് എടുക്കണ്ട. എന്താ ഇതിലൊന്ന്? അൽ ഇസ്തിസ്ലാം. എന്താ അർത്ഥം? നമ്മൾ ക്ലാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇസ്തിസ്ലാമിന്റെ അർത്ഥം? അർപ്പണം. ഞാൻ എൻ്റെ റബ്ബിന്റെ, അള്ളാഹുവിന്റെ അടിമയാണ്. പഞ്ചപുച്ഛ മടക്കി വിനീത വിധേയനായി എന്തും സ്വീകരിക്കാൻ തയ്യാറാണ് റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്. ഈ മാനസികാവസ്ഥയുള്ളവന്റെ പേരാണ് മുസ്ലിം. അങ്ങനെയാണോ നമ്മള്? അള്ളാന്റെ ഒരു നിയമം വരുമ്പോ നമ്മൾ മീൻസ് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, മൊത്തത്തിൽ എന്നെയും കൂടി അടക്കം പറയാൻ ഒരു നിയമം വരുമ്പോ ഇതെന്തപ്പ, ഇതെല്ലാം ഒരു 21-ാം നൂറ്റാണ്ടിൽ പറ്റിയ നിയമ. ഒരു ജാതി ഒരു 6-ാം നൂറ്റാണ്ടിന്റെ തീരുമാനങ്ങളൊക്കെ പറയുന്നത് ലോജിക്കില്ലല്ലപ്പ. അങ്ങനെ പറയാ, ഇതിലെന്ത് ലോജിക്കാണ് ബൈ? ഒരു ലോജിക്കില്ലാത്ത നിയമം. ഇസ്തിസ്ലാം ചെയ്ത മുസ്ലിമിന്റെ നാവുന്ന് ആ വാക്ക് വരൂല. അത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ തറദ്ദുതുള്ളവനാണ്. മുസ്ലിമായിട്ട് അള്ളാഹു പരിഗണിക്കൂല. നോമ്പെടുത്തിട്ട് കാര്യമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല പ്രിയപ്പെട്ടവരെ. ഇത് സ്വർഗത്തിലേക്കുള്ള അള്ള നിശ്ചയിച്ച രാജപാതയാണ്. അതിന് നിൽക്കാൻ തന്നെ അർഹത വേണം. എന്ത് വേണമോ അതുണ്ടാക്കണം. അല്ലാത്തവർക്ക് ഫ്രീ ആയി വരുന്ന വല്ലാഹിയില്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ. അല്ലാഹു ചോദിച്ചല്ലേ, നിങ്ങൾ വെറുതെ വിട്ടുന്ന വിചാരിച്ച്? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പോവാം എന്നാ വിചാരിക്കുന്നത്? വല്ലാഹിയില്ല, വിടൂല. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞു കേട്ടില്ലേ, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം വഹും ലാ യുഅ്മിനൂൻ. നബിയേ, ലഖദ് ഹഖൽ ഖൗൽ, എന്റെ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അക്സരിഹിം, അവരിൽ അധികവും ലാ യുഅ്മിനൂൻ, ക്ലിയർ ആയിരിക്കൂല. 100-ൽ അക്സർ എത്രയായി? 95 ആയി. അക്സർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം. അതിന്റെ മുകളിൽ വേറെ പദമില്ല അറബിയിൽ. 100-ൽ അക്സർ എന്ന് പറഞ്ഞാൽ 99 പോയി. പിന്നെ ആകെ ഉള്ളത് 1. അതിലാ നമ്മൾ പെടേണ്ടത്. അവർക്കാണ് ഈ നോമ്പും അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ. ആലോചിക്ക്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ മഹാരാത്രി ഒരഞ്ഞാമുഞ്ഞായിട്ട് നടക്കുന്ന അന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനെന്ത് അർത്ഥമാണ്? പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒക്കെ കാത്തിരുന്ന് ഇബാദത്ത് ചെയ്ത് രാത്രിയെ ജീവിപ്പിച്ച് അത് നേടിയെടുത്തതിൽ എന്ത് ഗൗരവമാണുള്ളത്? എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ ഇല്ല, പക്കയായിരിക്കണം. എന്തുകൊണ്ടറിയോ പ്രിയപ്പെട്ടവരെ? ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും മുസ്ലിമായി ഭയങ്കര തഖ്വയോടെ ജീവിച്ചു. അള്ളാഹ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? لو أن أولكم وآخركم وإنسكم وجنكم كانوا على أتقى قلب رجل واحد منكم ما زاد ذلك في ملكي شيئا. سبحان الله. നിങ്ങളെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യനും ജിന്നും എല്ലാവരും ഏറ്റവും നല്ല തഖ്വയോടെ ജീവിച്ചാലും അത് എന്റെ അധികാരത്തിൽ ഷൈഅ് പോലും കൂട്ടാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും ഞാൻ തന്നെ. നേരെ തിരിച്ച് കാനു അലാ അഫ്ജരി ഖൽബി റജുലി വാഹിദിൻ മിൻകും, ഫുൾ തോന്നിവാസം ദുനിയാവ് നിറച്ചും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എന്റെ അധികാരത്തിൽ ഇത്ര പോലും കുറയാനും പോകുന്നില്ല. പിന്നെ ആർക്കാ ഇത്? നമുക്കാണ്. അതുകൊണ്ട് ഇസ്തിസ്ലാം ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിസ്ലാം ചെയ്ത ഒരു അടിമയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം. നമുക്ക് അള്ളാഹ് വെച്ച പേരെന്താണ്? അബീക്കും, നിങ്ങളെ പിതാവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം.
ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അള്ളാഹുവിന്റെ വാക്ക് ശ്രദ്ധിക്കണേ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ചെറിയ വാക്ക. ഇത് സന്ദർഭം. ഐ ഉദ്കുർ യാ മുഹമ്മദ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറഞ്ഞു കൊടുക്കി ഉമ്മത്തിന്. ഖാല ലഹു റബ്ബുഹു, ഇബ്രാഹിമിനോട് തന്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം. എന്താ അർത്ഥം? മുസ്ലിം ആവണമെന്നല്ല, ഓൾറെഡി മുസ്ലിമാണ്. അസ്ലിം, നീ നിന്നെ എനിക്ക് അർപ്പിക്കണം. ഖാല, ഇബ്രാഹിം പറഞ്ഞു, അസ്ലംതു, അർപ്പിച്ചിരിക്കുന്നു. ആർക്ക്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹ്. ഇനി എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കും? എന്റെ റബ്ബ് കണക്കൂട്ടുന്ന പോലെ. അവിടെ പോടാ, പോവും. ഇരിക്കണ, ഇരിക്കും. ഇത് നോക്കണ്ടേ, നോക്കുന്നില്ല. അത് ചെയ്യണേ, അത് ചെയ്യാം. അതിനപ്പുറത്തേക്ക് അടിമ പോവില്ല. മുസ്ലിം, മുസ്ലിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ ഇസ്തിസ്ലാം ചെയ്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹു എന്നാ പിന്നെ ആയിക്കോട്ടെ, വിട്ടില്ല. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഈ പറഞ്ഞത് സത്യസന്ധമാണോ അല്ല വെറുതെ നാം കൊണ്ട് പറയുന്നല്ലോ നോക്കട്ടെ, പരീക്ഷിക്കാൻ പോവാണ് ഞാൻ. പലതരം പരീക്ഷകൾ കൊണ്ട് അള്ളാഹു ഇബ്രാഹിമിനെ ടെസ്റ്റ് ചെയ്തു അലൈഹിസ്സലാം. അതിലൊന്നെന്താ അറിയോ? ഫസ്റ്റ്, ഇബ്രാഹിം ഭാര്യ ഹാജറിനെയും മോൻ ഇസ്മായിലിനെയും മക്കത്ത് കൊണ്ടാക്കിയിട്ട് വാ. അത് കൊണ്ടാക്കിയിട്ട് താമസിക്കാനല്ല, അവിടെ ആക്കിയിട്ട് വാ. എന്ത് ലോജിക്കാണല്ലോ. നല്ല ഇന്ന് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ആരിഫിനെ പോലത്തെ മനുഷ്യന്മാർ ചോദിക്കുന്നല്ലേ, ഇതെന്ത് ലോജിക്കാണുള്ളത്? ലോജിക്കല്ല മുസ്ലിം. മുസ്ലിമിനുള്ളത് അവന്റെ റബ്ബിന്റെ കൽപ്പന മാത്രം. ലോജിക്കെല്ലാം വേറെ ദുനിയാവിൽ. ഇസ്ലാമിന് ലോജിക്കില്ല. ഇസ്ലാമിനുള്ളത് ഇസ്തിസ്ലാമാണ്. ഞാൻ പറയുന്നത് ഞാൻ എന്റെ അള്ളാന്റെ അടിമയാണ്. എന്റെ യജമാൻ എന്നോട് കൽപ്പിക്കുമ്പോ അതിലെന്താ യോജിക്ക് എന്ന് ചോദിച്ചാൽ പിന്നെന്താ അടിമ? എന്താ അടിമത്വം? എന്താ അബിദീയത്ത്? എന്താണ്? ഒരു ലോജിക്കില്ല. ഇബ്രാഹിമിന്റെ മനസ്സ് കത്താൻ തുടങ്ങി. കാരണം ഒന്ന്, ഹാജർ ആഫ്രിക്കക്കാരി, മക്കാരിയല്ല, ആഫ്രിക്കക്കാരിയാണ് ഹാജർ, ഈ നാട്ടുകാരിയേ അല്ല. മറ്റൊന്ന് മോൻ ഇസ്മായിൽ, 80-ാമത്തെ വയസ്സിലാ പ്രസവിക്കുന്നു, കിട്ടുന്നു ഇസ്മായിലിനെ. മുത്തി മണത്തിട്ട് ആ ഗന്ധം മൂക്കുന്നു പോയിട്ട ഇബ്രാഹിം നബിക്ക്. വാത്സല്യത്തിൽ കളിപ്പിച്ച് സുഖിപ്പിച്ച് മുത്തി ചുംബിച്ച് രസിപ്പിച്ച് പൂതി കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. 2 ഒട്ടകത്തെ വിളിച്ചു. ഒന്നിന്റെ മുകളിൽ അദ്ദേഹം കയറി, മറ്റേന്റെ മുകളിൽ ഭാര്യനെയും മോനെയാക്കി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം വിട്ടു. മാസങ്ങളോളം ഇറാഖിൽ നിന്ന് മക്കായിലേക്ക് അന്നത്തെ യാത്ര ചെയ്തെത്തി. ഇന്ന് കഅബാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഭാര്യനെയും മോനെയും ഇരുത്തി. ഏതാണ് ആ മക്ക? ഇന്നിപ്പം മക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലോക്ക് ടവറും ആ ബിൽഡിങ്ങുകളും 24 മണിക്കൂറും പകൽ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെയാ ഓർമ്മയിൽ വരിക. അന്നത്തെ മക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കി, 100 കൊല്ലം മുമ്പുള്ള മക്ക ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ ഫോട്ടോ ഗൂഗിളിൽ. പർവ്വതങ്ങൾ മാത്രം, മലയിടുക്കുകൾ മാത്രം. വേറെ പ്രത്യേകത എന്താ അറിയോ? പുല്ല് മുളക്കൂല മക്കത്തെ മണ്ണിൽ. ഇന്ന് മുളച്ചു തുടങ്ങി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ജസീറത്തുൽ അറബ് പച്ചയാവാൻ തുടങ്ങി. അന്ന് പുല്ല്, വെള്ളത്തിന്റെ ലക്ഷണം പോലും മക്കത്തില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ പക്ഷികളില്ല, ജന്തുക്കളില്ല, മൃഗങ്ങളില്ല, ഇഴജന്തുക്കളില്ല, പ്രാണികളില്ല. അങ്ങനത്തെ ഒരു സാധനം മക്കത്തില്ല. അതായത് അങ്ങോട്ടൊരാൾ അടുക്കൂല. അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാ പറയുന്നു. പക്ഷെ അലീം, മുകളിലുള്ളവന് എല്ലാം അറിയുന്നവന്. കൊണ്ടാക്കി, അവിടെ ഇറക്കി, ഒട്ടകത്തെ എണീപ്പിച്ചു, തിരിച്ച് യാത്ര തുടങ്ങി. അപ്പോഴാ ഉമ്മ ബാക്കിന്ന് ചോദിച്ചത്, ഇലാമൻ തത്റുകുനായ ഇബ്രാഹിം, ഇബ്രാഹിം ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ പോകുന്നത്? നമ്മളെ ആർക്ക് വിട്ടുകൊടുത്തിട്ടാ നിങ്ങൾ ഈ പോകുന്നത്? ഈ മലഞ്ചെരിവില്, മലയിടുക്കില് ഞാനും ഈ പിഞ്ചു പൈതനും എന്ത് ചെയ്യാനാണ്? വെറുതെ ഒന്ന് തസവറാക്കി നോക്കി. നമ്മൾ പോയിട്ടിരിക്കുന്നത് നമ്മളെ ഭാര്യയും നമ്മളെ കുഞ്ഞും നമ്മൾ കൊണ്ടാക്കുവോ? അങ്ങനെ ഓളെ പുരക്കേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറ്റി വിട്ടാൽ അമ്മോശന്റെ കോള് വരും. എന്തൊക്കെ അമ്മോശൻ പറയാം നമ്മളോട്? മതി ഒരു ഓട്ടോറിക്ഷ കയറ്റി ടാക്സി ആക്കിയിട്ട് വിട്ടാൽ എന്തായിരിക്കും പറയാ?
ഹാജർ ചോദിച്ചു, ഇലാ മൻ തത്റുക്കുനായ ഇബ്രാഹിം, ഇബ്രാഹിമെ ആർക്കാ നമ്മളെ വിട്ടുകൊടുത്തിട്ട് മുണ്ടുന്നില്ല? അത് സ്നേഹമില്ലായിട്ടോ വാത്സല്യമില്ലാത്തത് കൊണ്ടോ ഇതിന്റെ പ്രശ്നവും ഗൗരവവും അറിയാത്തുണ്ടോ? ഒന്നുമല്ല. കാരണം പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോജിക്ക് നോക്കി നിൽക്കാൻ ശരിയാവൂല. അള്ളാന്റെ കൽപ്പനയാണ്, ചെയ്തേ പറ്റൂ. രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു, മിണ്ടുന്നില്ല. നാലാമത് ഹാജർ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, നിങ്ങൾ ഈ പോക്ക് കാണുമ്പോ തോന്നുന്നത് അല്ല കൽപ്പിച്ചിട്ടാണോ ഇബ്രാഹിമേ? ആണോ? തിരിച്ചു ഒട്ടകത്തെ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് മുമ്പെന്ന് പറഞ്ഞു, നഅം അല്ലാഹു അമറ, അതെ ഹാജർ, അള്ളാഹു കൽപ്പിച്ചേനിക്കൊണ്ട, അല്ലാണ്ട് നിങ്ങളോട് ഇഷ്ടക്കേട് വന്നിട്ടൊന്നുമല്ല, അനുസരിച്ചേ പറ്റൂ. ഭാര്യയല്ലേ, മോനല്ലേ, ബന്ധങ്ങളല്ലേ, ഇങ്ങനെയല്ലേ, അതൊന്നും പിന്നെ അനുസരിക്കുന്നതിലില്ല. അപ്പൊ ഹാജർ പറഞ്ഞ മറുപടി, റദീതു ബില്ലാഹ്, അള്ളാഹുവിൽ ഞാൻ തൃപ്തയാണ്. ഇദൻ ലാ യുദയ്യിഉന, നിങ്ങൾ പോയിക്കോളിൻ, അള്ളാഹു നമ്മളെ പാഴാക്കില്ല, സന്തോഷത്തോടെ മടങ്ങും. ഇസ്തിസ്ലാം. ഇത് അള്ളാഹു നമുക്ക് പറഞ്ഞെന്ന ചരിത്രമാണ്. ഹദീസിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന ചരിത്രമാണ്. എന്തിന്? ഇതാണ് ഇസ്തിസ്ലാം എന്ന് പറഞ്ഞുതരാൻ. അങ്ങനത്തെ ഇസ്തിസ്ലാം പൂർത്തിയാക്കിയിട്ട് നോമ്പ് പോലത്തെ, നിസ്കാരം പോലത്തെ, ഹജ്ജ് പോലത്തെ അമലുകൾ ചെയ്യാൻ, എങ്കിൽ അവരാ ചെയ്ത അമലാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇസ്തിസ്ലാം പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. തമാശയല്ല കാര്യം. നോമ്പെന്ന് പറയുന്ന ഇബാദത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് പൂർത്തിയാക്കിക്കൊണ്ടാവണം. അൽ ഇസ്തിസ്ലാം ലില്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുറച്ച് മുമ്പോട്ട് പോയി, ഇവര് കണ്ണെന്ന് മറഞ്ഞു. അവിടെ നിന്നിട്ട് കൈവക്ക് ദുആ ചെയ്തു, റബ്ബന, നമ്മുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ, അല്ലാഹുവേ, ഒരു പുല്ല് പോലും മുളക്കാത്ത മലഞ്ചെരുവില് ഞാൻ എന്റെ കുടുംബത്തെ ഒറ്റക്കാക്കിയിട്ട് പോവാ, നിന്റെ കൽപ്പന കേട്ടത് കൊണ്ട് മാത്രം, ബാക്കി കാര്യം നീ നോക്കിക്കോളണം. പോയി ചെയ്യാനുള്ളത് ചെയ്തു, മനസ്സ് നീറുന്നുണ്ട്, പരിഗണിച്ചിട്ടേ ഇല്ല. അതാണ് ഇസ്തിസ്ലാം. എന്തൊക്കെ നിയമങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അവസരങ്ങളുണ്ട് ആ ഇസ്തിസ്ലാം കാണിക്കാൻ. പലപ്പോഴും തോറ്റുപോവുക. ബിത്തൗഹീദ്, അതിനോടൊപ്പം അല്ലാഹു ചേർത്ത് പറഞ്ഞു, ഇസ്തിസ്ലാം ഉണ്ടാവണം തൗഹീദോടുകൂടെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുത്ത കരാറ് പൂർത്തിയാക്കുന്നതിനോടുകൂടെ ശിർക്കിന്റെ എന്തെങ്കിലും കലർപ്പ് വന്നാൽ പരിഗണിക്കപ്പെടൂല. പരിഗണിക്കപ്പെടൂലെങ്കിൽ അവർക്ക് റമദാനുമില്ല, നോമ്പുമില്ല, വെറുതെ വിശപ്പും. റുബ്ബ സായിമിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര നോമ്പുകാരാണ്, അവർക്കാകെ വലൈസ ഹദ്ദുഹു മിൻ സിയാമി, അവന്റെ നോമ്പ് കൊണ്ട് അവന് കിട്ടിയത് ഇല്ലൽ ജൂഉ വൽ അത്ഷ്, കുറച്ച് വിശപ്പും ദാഹവും മാത്രം. അതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഫലാ തുസക്കു അൻഫുസക്കും, നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കണ്ട, ഒന്ന് പരിശോധിക്കണം നമ്മുടെ ഇസ്തിസ്ലാമിനെ സംബന്ധിച്ച് എത്രത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ അർപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്തണം. ഇതൊന്നാമത്തത്. രണ്ടിന് തൊട്ട് താഴെ ഒരു മക്കൾ പറഞ്ഞു, അൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അർപ്പിച്ചാ പോരാ, ആ യജമാനൻ എന്തു പറഞ്ഞാലും അനുസരിക്കണം. ഏത് സന്ദർഭത്തിൽ, ഏത് സാഹചര്യത്തിലും ആ അനുസരണക്ക് വേറെ ഒന്നും തടസ്സമേ ആയിക്കൂടാ. അഥവാ എന്തെങ്കിലും തടസ്സമാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ അർപ്പണം സത്യസന്ധമല്ല ആണെങ്കിൽ പറഞ്ഞ കേൾക്കും. കുടുംബോ, ഇണകളോ, മക്കളോ, മാതാപിതാക്കളോ, നാടോ, നാട്ടാചാരമോ, സമ്പ്രദായമോ, പാരമ്പര്യമോ, നാട്ടുകാരോ, കൂട്ടുകാരോ ഒന്നും തടസ്സമായിരിക്കൂല. ഒരു വസ്തുവും തടസ്സമായിരിക്കൂല അനുസരിക്കാൻ. ഏകദേശം ഒരു 7-11 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് ഇസ്മായിലിന് 7 വയസ്സ്, ഇബ്നു കസീർ അഹ്മദ് പറഞ്ഞു, അല്ലെങ്കിൽ 11 വയസ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇബ്രാഹിം അലിഹിസ്ലാത്തു വസ്സലാമിനെ ടെസ്റ്റ് ചെയ്തു, ഇസ്തിസ്ലാം ചെയ്തു. ശരിയാ, അനുസരിക്കുന്നുണ്ടോ ഇല്ലേ? ശരിക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. എത്രത്തോളം അള്ളാഹുവിനെ സത്യസന്ധമായി കൃത്യമായി നമ്മൾ അനുസരിക്കുന്നുണ്ട് കൽപ്പനകൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം നബിക്ക് വഹി നൽകി, മക്കത്ത് പോണം, ഇസ്മായിലിനെ അറുക്കണം. ലോജിക്കില്ല, ലോജിക്ക് ഒരിക്കലുമില്ല. ഒരു മോൻ എങ്ങനെ അറുക്കുക? ഒരു ഉപ്പ, അതും 80-ാമത്തെ വയസ്സിൽ കിട്ടിയ പൊന്നുപോലത്തെ മോൻ. 3 പ്രാവശ്യം സ്വപ്നം കണ്ട് 3-ാം പ്രാവശ്യം ഇബ്രാഹിം പറഞ്ഞു, ഇത് വഹിയ, ഇത് പരീക്ഷണമാണ്, അറുത്തു കൊടുത്തേ പറ്റുള്ളൂ. മക്കത്തൊക്കെ യാത്രയാണ്. കുറെ കൊല്ലത്തിന് ശേഷം ഉപ്പ വരുന്നു മക്കത്തേക്ക്. ഇസ്മായിൽ തമ്പിൽ നിന്നോടി വന്നു, ബാപ്പാന്റെ കെട്ടിപ്പിടിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ലാ താരീഖ് എഴുതി മനോഹരമായി. മുതുകത്ത് കയറുന്നു, ഇബ്രാഹിം നബി ചേർത്ത് പിടിക്കുന്നു, ചുംബിക്കുന്നു, സ്നേഹപ്രകടനങ്ങൾ. ഹാജർ തമ്പിൽ നിന്നും ഇത് നോക്കിയിട്ട് സന്തോഷം കൊണ്ട് കരയാണ്. കാരണം അവർക്ക് ഈ കാഴ്ച ഇടക്കിടക്ക് കിട്ടുന്ന കാഴ്ചയാണ്. കാരണം കൽപ്പന കിട്ടുമ്പോഴേ ഇബ്രാഹിം വരുള്ളൂ മക്കത്തേക്ക് അലൈഹിസ്സലാം. പക്ഷെ ഇബ്രാഹിം നബിന്റെ മനസ്സ് കത്തുകയാണ്, മുഖത്ത് ചിരി പടർത്തുകയാണ്, വെറുതെ ഉള്ളു നീറുകയാണ്. ഈ മോനെ അറക്കണം, അറുത്തേ പറ്റൂ, അല്ലാന്റെ കൽപ്പനയാണ്. ഒരു ദിവസം വിളിച്ചു, ഹാജർ, എനിക്ക് മോനെയും കൊണ്ടൊരു സ്ഥലം വരെ പോവാനുണ്ട്, നീ കുളിപ്പിച്ച് ഉള്ളതിൽ നല്ല കുപ്പായം ഇട്ട് കൊടുക്കണം. ആയിക്കോട്ടെ. സംസമിൽ ഇസ്മായിലിനെ കുളിപ്പിച്ചു, നല്ലൊരു കുപ്പായം ഇട്ട് കൊടുത്തു. ഉപ്പ മോനെയും കയ്യിൽ പിടിച്ച് നടന്നു. നടക്കുന്ന വഴിക്ക് മോൻ ചോദിച്ചു, ഉപ്പ എങ്ങോട്ടാ? ഉപ്പ പറഞ്ഞു, ഉപ്പ ഒരു ബലിക്രമം നടത്താനുണ്ട്, ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് ബലിക്രമം നടത്താൻ, അതിന് പോവാണ്. ഇസ്മായിലിന് സന്തോഷായി, ഒരു വലിയ കർമ്മത്തിന് പോവാണ്. കുറെ നടന്നു, ഏതോ ഒരു മലഞ്ചെരിവിലെത്തി. മിനായില് ഇസ്മായിൽ ഉപ്പാന്റെ കയ്യും തട്ടി മാറ്റിയിട്ട് പരക്കം പയ്യ. ഞാൻ വിളിച്ചു, മോനെ ഇസ്മായിൽ എങ്ങോട്ടാ? ഉപ്പ, ഞാൻ മൃഗത്തെ നോക്കണം, അറുക്കണ്ടേ, മൃഗത്തിനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഉപ്പ ബലികർമ്മം നടത്തിയ? ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് എഴുതി, ഇബ്രാഹിം അവിടെ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് മോൻ അടുത്ത് വിളിച്ചു, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക്. മോനെ, ഉപ്പാന്റെ മൃഗം നീയാണ്. നമുക്കിത് താരീഖാണ്. നമ്മളെ പൊന്നുമോൻ അല്ലെങ്കിൽ പൊന്നുമോള് വൈകുന്നേരം 5 മണിക്കാണ് സ്കൂൾ വിട്ട് പുറക്കെത്തുക. 5:30 ആയിട്ട് എത്തുന്നില്ല, 6 മണിയായിട്ട് എത്തുന്നില്ല, 6:30 മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, മോള് പുറക്കെത്തിയില്ല. എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഭാര്യമാരുടെയും മാനസികാവസ്ഥ? എന്തൊരു വെപ്രാളമായിരിക്കും. ഭ്രാന്ത് പിടിച്ചവരെ പോലെ നമ്മൾ ഓടിപ്പായൂലേ? നമ്മൾ മാനസിക രോഗികളെ പോലെ വർത്തമാനം പറഞ്ഞു തുടങ്ങൂലേ? എന്തൊരു ഭാരമായിരിക്കും നമ്മുടെ മനസ്സിൽ. കിടന്ന ഉറക്കം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും നേരം വെളുപ്പിക്കൂലേ? കാരണം വാത്സല്യം. ഇതൊന്നും ഇല്ലാത്ത ആളാണോ ആ ഇബ്രാഹിം എന്ന ഉപ്പ അലൈഹിസ്സലാം? ഇതെല്ലാം ഉള്ളൊരു ഇൻസാനല്ലേ, മനുഷ്യനല്ലേ? ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നറുക്കാനാ എന്റെ ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം, നീ പറ മോനെ, നിന്റെ ഉപ്പ എന്ത് ചെയ്യണം? നിന്റെ ഉപ്പ എന്ത് ചെയ്യണം? നിന്നോട് വാത്സല്യമില്ലായിട്ടല്ല, നിന്നെ സ്നേഹിച്ച് എനിക്ക് മതിയായില്ല. പക്ഷെ നിന്റെ ഉപ്പാന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ഉപ്പ കറുത്തേ പറ്റൂ. മോന്റെ മറുപടി അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുഅ്മർ. യാ അബതി, എന്റെ പൊന്നുബാപ്പ, ഇഫഅൽ, നിങ്ങൾ ചെയ്തോളി, മാ തുഅ്മർ, എന്താണോ കൽപ്പിക്കപ്പെട്ടത്. 7 വയസ്സുകാരൻ അള്ളാഹുവിന് അടിമപ്പെടണമെങ്കിൽ ആ ഈമാൻ ആ 7 വയസ്സുകാരന് പഠിപ്പിച്ചു കൊടുത്തത് ആരായിരിക്കും? ഉമ്മ. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ. ഉമ്മയാണ് കുട്ടികളുടെ മദ്രസ. അള്ളാന്റെ കൽപ്പനയാണ്, അത് എന്നെ അറുക്കലാണെങ്കിലും അറുത്തേ പറ്റുള്ളൂ എന്ന ആ 7 വയസ്സുകാരന് ബോധം വരണമെങ്കിൽ എത്രത്തോളം ഹാജറ ബീവി പണിയെടുത്തിട്ടുണ്ടാവും വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. സതജിദുനി
ഇൻഷാ അള്ളാഹ്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഉപ്പാക്ക് എന്നെ കാണാം മിനസ്സാബിരീൻ, ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ. എനി ചൂടും പാകും ഒന്നുമില്ല, ഞാൻ കിടന്നേരും, നിങ്ങൾ എന്നെ അർത്ഥോളി. പക്ഷേ മോൻ പറയാ ഉപ്പാനോട്, ഉപ്പ എനിക്ക് ചില നിബന്ധനകളുണ്ട്. ഉപ്പ ചോദിച്ചു, എന്താ മോനെ നിന്റെ നിബന്ധന? പറഞ്ഞു, ഒന്ന്, എന്റെ കൈകാലുകൾ ബന്ധിക്കണം, അല്ലെങ്കിൽ കിടന്ന് പടക്കും, ഉറപ്പല്ലേ, കഴുത്തിന് കത്തി വെച്ചിട്ട് മുറിക്കുമ്പോൾ പടക്കും ഞാൻ. എന്റെ ഈ പിടച്ചൽ ഉപ്പാന്റെ മനസ്സിന് കൊള്ളും. ചിലപ്പം ഉപ്പ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറും, ശരിയാവൂല, കയ്യും കാലും കെട്ടിക്കോ. എന്നിട്ട് എന്നെ എന്റെ മുഖത്തിന്റെ മേൽ കിടത്തണം എന്ന് പറഞ്ഞാൽ കമിഴ്ത്തി കിടത്തണം. മുഖം എന്റെ ഉപ്പ നോക്കരുത്, കാരണം വാത്സല്യം പുറത്തു വരും, കണ്ണു തള്ളും, നാവ് പുറത്തേക്ക് വരും, മൂക്കുന്ന് ചോര വരും, എന്റെ മുഖമാകെ വിവർണമാവും. അത് കണ്ടാൽ ഉപ്പാക്ക് ചിലപ്പം വാത്സല്യം കൊണ്ട് അനുസരിക്കാൻ പറ്റിയെന്ന് വരൂല. 7 വയസ്സുകാരന്റെ ഉപദേശം ഉപ്പാക്ക് അറുക്കാൻ. ആയിക്കോട്ടെ മോനെ, പിന്നെന്താ, എന്റെ കുപ്പായ മൂരണം, എന്നിട്ട് പൊരക്കൊണ്ടേറ്റ് ഉമ്മാക്ക് കൊടുക്കണം, ഹാജറാന്റെ കൈമേല്. അതെന്റെ ആശയം, എന്റെ ആഗ്രഹം. ആ പച്ച മനുഷ്യനായ ഉപ്പ പറഞ്ഞു മോനോട്, മോനെ ശരി, നീ പറഞ്ഞ പോലെ ചെയ്യാം. കിടത്തി, കൈകാലുകൾ കെട്ടി കമിഴ്ത്തി കിടത്തി. ആകാശ ലോകത്തുള്ളവർ കരയുന്നുണ്ടാവും ആ കാഴ്ച കണ്ടിട്ട്. മിനയും മക്കയും മലകളും ധരിച്ചു പോയിട്ടുണ്ടാവും ആ രംഗം കണ്ടിട്ട്. ഇബ്രാഹിം എന്ന മനുഷ്യൻ 80-ാമത്തെ വയസ്സില് കിട്ടിയ പൊന്നുമോനെ ചേർത്ത്, നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട മോനെ അറുക്കാൻ കിടത്തുകയാണ്. ആകാശ ലോകത്തുള്ളവൻ നോക്കുന്നുണ്ടാവും ഇബ്രാഹിം എന്ന അടിമയെ, സത്യസന്ധനായ അടിമയെ. ഇബ്രാഹിം അലിഹിസലാം ഇടത്തെ മുട്ട് ഇസ്മായിലിന്റെ മുതുകത്ത് കുത്തിവെച്ചു, ഇളകാതിരിക്കാൻ. ഇടത്തെ കൈകൊണ്ട് ഇസ്മായിലിന്റെ നെറ്റിയിൽ പിടിച്ചു. ഇസ്മായിലിനെ കമിഴ്ത്തി കടത്തി വലത്തെ കൈ കൊണ്ട് കത്തി വെച്ചിട്ട് വലിച്ചു, മുറിയുന്നില്ല. ഇബ്രാഹിമെ ആഞ്ഞു വലിച്ചു, മുറിയുന്നില്ല. ദേഷ്യം എന്ന അടുത്തുള്ള പാറയിൽ അങ്ങ് കുത്തി, പാറ വിണ്ടുകീറി ആ ശക്തിയില് പാറ കുറച്ച് മൂർച്ച കൂട്ടി. മൂന്നാമത് കഴുത്തിന് വെച്ചിട്ട് ആഞ്ഞു വലിച്ചു. മൃദുലമായ തോലാണ്, മുറിയുന്നില്ല. പെട്ടെന്ന് വേക്കുന്ന ഒരു ശബ്ദം, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ. ഇബ്രാഹിമേ, അറുക്കണ്ട അറുക്കണ്ട അറുക്കണ്ട, നീ സത്യസന്ധനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. മോനെ കൂട്ടിട്ട് പുറത്തേക്ക് പോയിക്കോ. ഫദൈനാഹു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇബ്രാഹിമെ, അതിഭയങ്കരമായ പരീക്ഷയായിരുന്നു, നീ പാസ്സായി. കാരണം അള്ളാഹ്ക്ക് അറിയേണ്ടത് ഇസ്മായിലിന്റെ രക്തം വരച്ചെന്ന് അള്ളാഹ്ക്ക് വേണ്ട. ഈ മോനെ അറുക്കാൻ പറഞ്ഞാൽ നീ അനുസരിക്കോ നോക്കിയതാണ്. ജയിച്ചിരിക്കുന്നു ഇബ്രാഹിമെ. ഇതാ ഒരാട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനറുത്തിട്ട് അറിവ് പൂർത്തിയായിക്കോ. 100 മാർക്കിന് പാസ്. എന്തിന്? അൽ ഇൻഖിയാദു ലഹു ബിത്താഅ. എവിടെയുണ്ട് ഞാനും നിങ്ങളും? റമദാനിനെ സ്വീകരിക്കാനിരിക്കുന്ന ഞാനും നിങ്ങളും. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനോ, നമ്മുടെ വിശ്വാസമോ, നമ്മുടെ കർമ്മങ്ങളോ പൂർണ്ണമാണ്, പരിശുദ്ധമാണ് എന്ന ഉറപ്പിൽ അത് അള്ളാന്റെ ദർബാറിൽ വെച്ച് എനിക്ക് ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാം എന്ന ചിന്ത തീർത്തും അബദ്ധമാണ്. മറിച്ച് അള്ളാഹുവേ നിന്റെ ഫദ്ൽ കൊണ്ട് രക്ഷപ്പെടുത്തിത്താ, മാത്രമേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പറ, ഇങ്ങനത്തെ ഒരു പരീക്ഷ അള്ളാഹു നമുക്ക് തന്നാലോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ? പൂജ്യത്തിന് തോറ്റു തൊപ്പിട്ടു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അൽ ഇൻഖിയാദ്, ഇതാണ് അനുസരണം. ഇങ്ങനെ വേണം അള്ളാഹുവിനെ അനുസരിക്കാൻ. എന്ത് നഷ്ടം വന്നാലും, ആര് കളിയാക്കിയാലും, ആര് പരിഹസിച്ചാലും, എത്രയൊക്കെ ആക്ഷേപിക്കപ്പെട്ടാലും, എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും അൽ ഇൻഖിയാദ്, അല്ലാഹ് നീ പറഞ്ഞു, ഞാനിതാ ചെയ്തു. അതാണ് മുസ്ലിം. അവർക്കാണ് റമദാനും നോമ്പും തറാവിയും ഈ പറയപ്പെട്ട എല്ലാ സംഗതിയും. അല്ലാണ്ട് അള്ളാഹ് അനുസരിക്കുന്നില്ല. പലിശ വാങ്ങണ്ടേ? ഞാൻ വാങ്ങുമ്പോ എനിക്ക് കച്ചവടം ചെയ്യണ്ടേ? ഹറാമ് നോക്കല്ലേ? ഞാൻ നോക്കുമ്പോ എനിക്ക് രസിക്കണ്ടേ? ആ വഴിക്ക് പോകണ്ടേ? ഞാൻ പോവും. അള്ളാഹു എന്നെ നിങ്ങളെയും കാക്കട്ടെ. ഇതെന്ത് നോമ്പ്? റസൂലുള്ളാഹി അധ്വാനിച്ച മാസം, സഹാബത്ത് കഷ്ടപ്പെട്ട മാസം,
മുൻഗാമികള് കഠിനാധ്വാനം ചെയ്ത മാസം. എന്തിന്? അതിന്റെ പോലീശ നേടിയെടുക്കാൻ. നമ്മളെ പോലത്തെ അഞ്ഞാമുന്നുകൾ ഇങ്ങനെ വെറുതെ പോയാൽ കിട്ടുന്ന വിചാരിക്കും നമ്മൾ. ഇല്ല, പരിശുദ്ധ റമദാനിന് മുമ്പ് അതിന് നേടാനുള്ള അർഹതയുണ്ടാക്കണം. അതീത 3 അൽബറാഅതു മിന ശിർകി ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകണം. ലവലേശം അല്ലാഹുവല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ എന്തെങ്കിലും സ്വാധീനം കൽബിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി റമദാനുമില്ല, നോമ്പുമില്ല, ഒന്നും നിർബന്ധമില്ല. പേരിൽ നമ്മൾ ഭയങ്കര മുസ്ലിം ആയിരിക്കും, പക്ഷെ ശിർക്ക് ചെയ്യുന്നവനാണ്. നോമ്പെടുക്കണ്ട, വെറുതെയാണ്, വെറുതെയാണ്. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അർഹത നിർബന്ധമാണ്. ഇനി അഥവാ നമുക്കിപ്പം നമ്മൾ ഈ പറഞ്ഞ താരീഖ് ഇബ്രാഹിം നബിന്റെ അനുസരണക്ക് കേൾക്കുമ്പം നമുക്ക് തന്നെ തോന്നുന്നുണ്ട് നമ്മൾ ശരിയല്ല, ക്ലിയർ ആയിട്ടില്ല. ഇല്ല, മൻഷാ അള്ളാഹ് ചില വലിയ വലിയ ഭാഗ്യവാന്മാരുണ്ടാവും, ശ്രദ്ധിക്കുന്ന ആളുകൾ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ റമദാനിന് മുമ്പ് ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം തൗബയാണ്. തൗബ ചെയ്യാൻ വേണ്ടി റമദാൻ ആവാൻ കാത്തിരുന്നൂടാ. നമ്മൾ റമദാനിന്റെ വിലപിടിപ്പുള്ള ഫضലുകളെ നിറക്കാൻ പോവാൻ. അതിന് മുമ്പ് ഇത് പാത്രം ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. പാത്രം വൃത്തിയാക്കണം റമദാൻ എത്തുന്നതിന് മുമ്പ്. എന്നാലേ ആ റമദാൻ എന്ന മാസത്തിൽ നിന്ന് വാങ്ങിച്ചു നിറക്കാൻ നമുക്ക് പറ്റുള്ളൂ. കറയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കറ പലർക്കും പല തരത്തിലുമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്താൽ അടിമയുടെ കൽബിൽ അല്ലാഹു ഒരു കറുത്ത പുള്ളിയിടും. പിന്നെയും ആ പുള്ളി വരും, പിന്നെയും വരും, പിന്നെയും വരും. അവസാനം ആ കറുപ്പ് ഹൃദയത്തെ മൂടും. പിന്നെ ആ ഹൃദയത്തിനെ ഖസാമത്ത് ബാധിക്കും. പിന്നെ അങ്ങോട്ട് ഒന്നും കേറൂല. അതിന്റെ അടയാളം ഞാൻ പറയട്ടെ. എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ. ഖസാവത്ത് ബാധിച്ചിട്ടുണ്ടോ? കറ കൂടിയിട്ടുണ്ടോ? ഇബാദത്തിൽ അലസത, ഇബാദത്തിനോടൊരു മടി, ചെയ്താൽ തന്നെ ഒരു പേരിന് ചെയ്യൽ. വല്ലാഹി അതിവിടെയുള്ള പ്രശ്നത്തിന്റെ കാരണത്താണ്. നിങ്ങൾ നോക്കിയേ, നോമ്പും ഖിയാമുൽ ലൈലും തറാവീഹും പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടൊപ്പം ചേർത്ത 2 വാക്കുണ്ട്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും നോമ്പെടുക്കുന്നവനും നിസ്കരിക്കുന്നവനും. എന്താണ് ഈമാനും വഹ്തിസാബൻ? ഞാൻ പറയട്ടെ ഒന്നുകൂടെ പ്രിയപ്പെട്ടവരെ, എന്റെ നഫ്സിനോട് പറയുന്ന പോലെ, റമദാൻ തമാശയേ അല്ല. റമദാൻ തമാശയേ അല്ല. കഠിനാധ്വാനത്തിന്റെ മാസമാണ്, സുവർണാവസരമാണ്. എങ്ങനെയെങ്കിലും തടിയെ രക്ഷപ്പെടുത്താനുള്ള അള്ളാഹു തരുന്ന ഗോൾഡൻ ചാൻസ് ആണ് റമദാൻ. ഈമാനൻ, നോമ്പ് എങ്ങനെ എടുക്കണം എന്നറിയോ? അതീവ താല്പര്യത്തോടെ. അതാണ് ഈമാനൻ. വിശ്വാസത്തോടെ നമ്മളെന്ന് അർത്ഥം. അതീവ താല്പര്യം. കാരണം ഞാൻ ഇസ്തിസ്ലാം ചെയ്ത റബ്ബിന്റെ ഓർഡറാണ്. നിങ്ങൾ നോമ്പെടുത്തോളണം, രാവിലെ മുതൽ മഗ്‌രിബ് വരെ. നോമ്പ് എന്താണ്? അൽ ഇംസാക്, പിടിച്ചു വെക്കലാണ്. വിശപ്പ്, ദാഹം, ശഹ്വത്തിന് അടിമപ്പെടൂല. കണ്ണ് സൂക്ഷിച്ച്, കാത് സൂക്ഷിച്ച്, എന്താ എങ്ങനെ പറയപ്പോ ഞാൻ മലയാളത്തിൽ? പിന്നെ ഇതൊരു ഉദാഹരണം പറയാ. അതായത് നമ്മളെല്ലാം കടിച്ചമർത്താന്ന് പറയില്ലേ? ദേഷ്യം വരുന്നുണ്ട്, 2 പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഉപ്പയായിപ്പോയില്ലേ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇംസാക്, അതാണ് സൗമ്. ഹറാമ് നോക്കാൻ തോന്നുന്നു, കാതുകൊണ്ട് കേൾക്കാൻ തോന്നുന്നു, നാവുകൊണ്ട് പറയാൻ തോന്നുന്നു. ഇൻസാൻ, ഈമാനൻ. എന്തുകൊണ്ട് നീ അങ്ങനെ നിൽക്കുന്നു? എന്റെ റബ്ബിന്റെ കൽപ്പന. വേറെ നിന്നെ പഠിച്ചിട്ടല്ല, ദുനിയാവിൽ വേറെ ആരെയും പഠിച്ചിട്ടല്ല, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് ഈമാനൻ. അത്ര സൂക്ഷ്മതയോടെയുള്ള നോമ്പ് ആണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അത്ര സൂക്ഷ്മത. നമുക്ക് ആദ്യത്തെ ഒരാഴ്ച സൂക്ഷ്മതയുണ്ട്. ഭയങ്കരമായ സംഭവമുള്ള നോമ്പായിരിക്കും. 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു. പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്ക് ഇപ്പൊ എല്ലാം തോന്നുന്നു. നിങ്ങൾ പറയുന്നതല്ല, മൊത്തത്തിൽ പറയാണ്. ലാസ്റ്റ് 10 ആകുമ്പോഴൊക്കെ എവിടെയായിരിക്കും ആൾക്കാർ അധികവും? ലുലും കൂടി വന്നപ്പോ അവിടെയും കുറച്ച് ആൾക്കാരായി.
പിന്നെ മിഠായി തെരുവില് സജീവമായി. ഇപ്പൊ നമ്മളെ മെഡിക്കൽ കോളേജ് റോഡില്ലേ, രാത്രി 12 മണിക്കെല്ലാം വളരെ സജീവമാണ്. ആണും പെണ്ണും കോളേജിലെ പിള്ളേരും ഒക്കെ. ഈമാനൻ ഈമാനൻ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ 1-ന്റെ അന്നുള്ള സൂക്ഷ്മതയായിരിക്കൂല നോമ്പ് 25-ന്റെ അന്ന്. പിന്നെ എത്രയുണ്ടാവും? 100 മടങ്ങധികം സൂക്ഷ്മതയായിട്ടുണ്ടാവും. നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താ? നേരെ ഉൾട്ടയാണ്. ആദ്യം ഭയങ്കര ആവേശമാണ്, പക്ഷെ ലാസ്റ്റെല്ലാം ആകുമ്പോഴേക്കും സാധാ സീത. പിന്നെ പഴയ പോലെ മൊബൈൽ നോക്കാൻ തുടങ്ങി, സിനിമ കാണാൻ തുടങ്ങി, അതേപോലെ വാർത്ത എല്ലാം കേട്ട് വർത്താനത്ത് ചർച്ച അയാൾ ഇയാള്. ഈമാന വഹ്തിസാബൻ എന്താ അർത്ഥം? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലത്തിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ പോക്കാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോക്കാണ്. നമ്മളോ ഇങ്ങനെ വരുത്താണ് നോമ്പിൽ. അങ്ങനെയല്ല, ഓരോ ദിവസം കഴിയും തോറും സൂക്ഷ്മത കൂടുന്നു, ഖുർആനോത്ത് വർദ്ധിക്കുന്നു, ദിക്റുകൾ വർദ്ധിക്കുന്നു, പള്ളിയിൽ വന്നിരിക്കുന്ന സമയം അധികമാകുന്നു, സൂക്ഷ്മത വർദ്ധിക്കുന്നു, സദഖ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഉണ്ട്. അതേപോലെ മൻ ഖാമ റമദാൻ, തറാവീഹ് നിസ്കാരം ചടങ്ങ് മാത്രമാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മുജാഹിദീങ്ങളോടാണ്, സലഫികളോട്, മുവഹ്ഹിദുകളോട്. തറാവീഹ് നിസ്കാരം നിർബന്ധമല്ല, വാജിബല്ല, സുന്നത്തേ ഉള്ളൂ. പള്ളിയിലെ ഇമാമിനെ മുസ്ലിമുകളോട് നിർബന്ധമായും തറാവീഹ് നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. സുന്നത്താണ്, വളരെ നിശ്ചയിച്ചതിലേക്ക് വേണ്ട. പക്ഷെ നിസ്കരിക്കുന്നെങ്കിൽ ഈമാനൻ വഹ്തിസാബ്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ്. അങ്ങനെ നമ്മുടേതായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? ഫിക്സ്ഡ് ടൈമാണ് തറാവീഹ്. 8:45 തുടങ്ങണം. എത്ര മണിക്കാ അവസാനിക്കുക? 9:30. 9:45 ഇത്ര എല്ലാം കഴിഞ്ഞു. 9:55 ആയാലും കുറച്ച് ചർച്ച. സെക്രട്ടറി ആകാൻ ആള് എന്താണ് പോയി, ഇവിടെ മാത്രമേ ഒരു നിസ്കാരമുള്ളൂ, അപ്പുറത്തെ നിസ്കാരം ഉണ്ടല്ലോ, അത് 8:30 നമുക്ക് തീരുമല്ലോ, 9:00 നമുക്ക് തീരുമല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക നിസ്കാരം. ഞാൻ ചോദിക്കുന്നത്, നീ എന്തിനു വന്നിനി? അപ്പൊ എനിക്കിരുന്നൂടെ? വന്നിനെന്തിന്? നിർബന്ധമായിട്ട് വിശ്വസിക്കാതെ വിശ്വസിച്ചിട്ട് പോയിക്കോ. അല്ലെങ്കിൽ इमाम साहब थोड़ा जल्दी पढ़ो, थोड़ा थोड़ा पढ़ो, इतना ज्यादा नहीं चाहिए हमें. എന്തോ ഓശാരം പോലെ ഇതൊക്കെ പോണ്ടോ. നിസ്കരിക്കണ്ട. നിസ്കരിക്കുന്നെങ്കിൽ തറാവീഹ് ആവണം. പള്ളി കമ്മിറ്റിക്കാർ ചെയ്തു തീർക്കേണ്ട കടമയോ ചടങ്ങോ അല്ല ഖിയാമു റമദാൻ. റമദാനിൽ പ്രത്യേകമായി അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അവൻ തന്ന കാണുന്ന നിഅമത്തിന്റെ ശുക്റാണ് നിൽപ്പ്. അതിൽ നിൽക്കാൻ പറ്റുന്നെങ്കിൽ എന്തിനു കൊള്ളാം? ബാക്കി 11 മാസം നിൽക്കുന്നില്ല, ഈ 1 മാസമെങ്കിലും ഒന്ന് അള്ളാന്റെ മുമ്പിൽ, അള്ളാഹുവേ നീ തന്ന കാലം കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അധ്വാനിക്കുന്നത്, പൈസ ഉണ്ടാക്കിയത്, പേരും പെരുമയും ഒക്കെ ഉണ്ടാക്കിയത്, അഫല അകൂന അബ്ദൻ ശകൂറ, കുറച്ചെങ്കിലും നന്ദി കാണിക്കണ്ട അള്ളാഹിനോട്. നമുക്ക് നിൽക്കാൻ പറ്റാത്ത എന്താ? എന്തുകൊണ്ടോ അറിയോ? നുക്ത നുക്തൻ സൗദാ, ഇവിടെ കറുത്ത പുള്ളിയുണ്ട്, ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയവർ നേരം വെളുക്കുന്നവർ നിന്നു, മുൻഗാമികൾ നമ്മളുടെ. ഈമാനൻ വഹ്തിസാബൻ, ഇത് നമുക്ക് പറ്റാത്ത മുജാഹിദീങ്ങളുള്ള പറയുന്നു കേട്ടോ. കാരണം ഖുറാഫികൾക്ക് നിസ്കാരം പറഞ്ഞില്ല, പിന്നല്ലേ സുന്നത്ത്. 8:30 8:50 ആയാൽ സെക്രട്ടറി വിളിച്ചിട്ട് പറയും, ഇമാം സാബ് इस वजह से पहले पूरा खत्म करो वरना लोग कम हो जाएगा. 10 മണി ആയപ്പോ പിന്നെ ആള് വരൂല, വേഗം തീർത്തോ, നമുക്ക് ഫുൾ ആള് വേണ്ടേ? ഫുൾ ആള് വേണ്ട, ഉള്ളവൻ നിസ്കാരക്കാരനായിരിക്കണം. 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 20 ആരുമില്ല. സെക്രട്ടറി പറയും, ഇവിടുത്തെ സെക്രട്ടറി അല്ല കേട്ടോ, ദേഷ്യം പിടിക്കല്ലേ, സാധാ സീതം മൊത്തത്തിൽ പറയാണ്. സെക്രട്ടറി പറയും, ഇമാം സാബ് അബ് കോയി നയ്യേ, ചോട്ടി ചോട്ടി സൂറത്തെ പടോ, ജൽദി ഖത്തം കറോ, ഗിർ ജായെംഗെ. മൊത്തത്തിലുള്ള അവസ്ഥ ഇതാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഫർദല്ലാന്ന് റസൂൽ തന്നെ പറഞ്ഞു, തങ്ങൾ തന്നെ കാണിച്ചു തന്നു. ഫർദല്ല, സുന്നത്തിനെ പറ്റിയ ഇങ്ങനെ പറഞ്ഞ ഈമാനൻ വഹ്തിസാബൻ. ആ നൃത്തം ഒരു നൃത്തമായിരിക്കണം.
നിർബന്ധമൊന്നുമല്ല, തറാവീഹേ നിർബന്ധമില്ല, പെരുന്നാൾ വന്നാ മതി. പക്ഷെ നിസ്കരിക്കുന്ന മുഅ്മിൻ സ്വയം, കമ്മിറ്റിക്കാർ എന്തായിരിക്കും തീരുമാനിക്കുക? കുറെ വയസ്സന്മാരുണ്ടാവും, തിരക്കുള്ള ആൾക്കാരുണ്ടാവും, പെട്ടെന്ന് തീർത്തിട്ട് പോയിക്കോട്ടെ, ആയിക്കോട്ടെ, നല്ല തീരുമാനം. കമ്മിറ്റി അങ്ങനെ തീരുമാനിക്കേണ്ടത്, മുഅ്മിനീങ്ങളെ പരിഗണിക്കണം. പക്ഷെ ഓരോ മുഅ്മിനും അവനവനെ പരിഗണിക്കണ്ടേ? ഓരോ മുഅ്മിനും അവനവൻ ചെയ്യാനുള്ള കർമ്മങ്ങൾ റബ്ബ് ചെയ്യണ്ടേ? ഞാൻ റെഡിയാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ? നമുക്കെല്ലാം കഥ പറച്ചില്ല. അള്ളാഹു എന്നെ നിങ്ങളെ നന്നാക്കട്ടെ. നമ്മൾ പ്രസംഗിക്കും, മെമ്പറിന്റെ മോളിൽ ഇമാം ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നിസ്കരിച്ച് കാലുകൾ നീര് കെട്ടിയിട്ടുണ്ട്. ഭാര്യമാര് ചോദിച്ചു, എന്തിനാ നബിയെ അങ്ങനെ നിസ്കരിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, വഫലാ അകൂന അബ്ദൻ ശകൂറ, എനിക്ക് എന്റെ റബ്ബിനോട് നന്ദി കാണിക്കണ്ടേ ആയിഷ? ആയിക്കോട്ടെ, ഇമാം കൊടുത്തു. ഞാൻ പ്രസംഗിച്ച് ഇമാം എവിടെ? തറാവീന്, ഖിയാമുൽ ലൈലിന് ഉപര ഉറങ്ങാൻ പോയിന്. പിന്നെന്തിനാ ഇത്? അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈമാനൻ വഹ്തിസാബൻ. ഇതിനെല്ലാം പിറകിലുള്ള പ്രശ്നം ഞാൻ ഈ പറഞ്ഞതാ. ഇത് കഴുകണം. ഇദാ സലുഹത്, റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഇത് ശരിയായാൽ സലുഹ സായിറു അമൽ, എല്ലാം ശരിയായി. ഇത് മോശമായാൽ ബാക്കി എല്ലാം മോശമായി. ശ്രദ്ധിക്കന്നെ വേണം. സഹാബാക്കൾ ചെയ്തു. അബൂബക്റുൻ ഫിൽ ജന്ന, അള്ളാന്റെ റസൂലിന്റെ നുബൂവത്തിന്റെ നാവോണ്ടാ പറഞ്ഞത്. സ്വർഗത്തിലാണ്. ഉമർ സ്വർഗത്തിലാണ്, അലി സ്വർഗത്തിലാണ്, ഉസ്മാൻ സ്വർഗത്തിലാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വർഗത്തിലാണ്. പക്ഷെ അവര് ലാസ്റ്റ് 10 രാത്രി മുഴുവൻ പള്ളിയിൽ 1-ാമത്തെ സഫിലാണ്. നമ്മളോ? നിർബന്ധമൊന്നുമല്ലല്ലപ്പ, നിർബന്ധേ അല്ല, സ്കരിക്കേ വേണ്ട, വരേ വേണ്ട. പക്ഷെ ഇന്ന ഇലാ റബ്ബിക റുജഅ, ഇന്ന ഇലാ റബ്ബിക റുജഅ, നിന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് മടങ്ങിപ്പോകുന്നത്. റമദാനാണ്. അവിടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇതൊരു അന്നാമുന്ന കളിയല്ല, ഇതൊരു ചാൻസാണ്. 2025 റമദാൻ അത് പോയി. 26 കിട്ടിയാൽ, 26 കിട്ടിയാൽ അള്ളാഹു നസീബാക്കി തരട്ടെ. നമ്മളിപ്പൊ ഈ പള്ളിയിൽ ഇരിക്കുന്ന നമ്മളെ കൂട്ടത്തിലുള്ള ആരാണ് നാളെയോ മറ്റന്നാളോ ഇപ്പം മലക്കുമ്പത്ത് എവിടെ ഉണ്ടെന്ന് അറിയോ? എവിടെ ഉണ്ടാവും? പറയും, എവിടെ ഉണ്ടാവും? ഓൺ ഡ്യൂട്ടിയിലാണ്. ലോകത്തിന്റെ ഏതോ മൂലയിൽ നിന്ന് ആരോ പോയിക്കൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിലേക്കുള്ള വഴിയിൽ ചില ആൾക്കാരെ ഒഴിവാക്കി ഇങ്ങനെ വരും. ഉറപ്പായിട്ട് വരും. കുല്ലുബിനി ഉൻസ വഇൻ താലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാഅ മഹ്മൂദു. ഓരോ ഉമ്മ പ്രസവിച്ച കുഞ്ഞും എത്ര സുഖ സൗകര്യങ്ങൾ ജീവിച്ചാലും യൗമൻ, ഒരു ദിവസം, ആ ആ കട്ടിലിൽ മഹ്മൂലു, ആളുകൾ വന്നിട്ട് എടുക്കുക തന്നെ ചെയ്യും. എടുക്കുന്നതിന് മുമ്പ് റമദാൻ കിട്ടിയാൽ മനോഹരമായിട്ട് ചെയ്തോളി. നെഫ്സിനെ അങ്ങ് അടിച്ചൊതുക്കിയിട്ട് ചെയ്തോളി. കാരണം ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ആരും മറ്റൊരുത്തന്റെ ഭാരം പേറൂല, നമുക്ക് നമ്മ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് കിട്ടിയ ചാൻസ്, അതുകൊണ്ട് തൗബ ചെയ്യണം. റമദാൻ വരുന്നതിന് മുമ്പ് നസൂഹായ തൗബ. എന്ത് തെറ്റാണെങ്കിലും, നമുക്കല്ലേ നമ്മൾ തെറ്ററിയുള്ളൂ, നമ്മൾ റബ്ബിനും അറിയാം. എന്താണെങ്കിലും എടുത്തു പറഞ്ഞു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ പറഞ്ഞപ്പോ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, 2 കാര്യമായി യൂനുസ് നബി തൗബയിൽ ചെയ്തത്. ഒന്ന് തസ്ബീഹ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലാഹുവിനെ വാഴ്ത്തണം, അവനെ പരിശുദ്ധപ്പെടുത്തണം, അവന്റെ വലിപ്പം പറയണം. പിന്നെ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ചെയ്ത തെറ്റ് എടുത്തു പറയണം. അല്ലാഹു, ഞാൻ ദുൽമ ചെയ്തു പോയി, പാപിയാണ് ഞാൻ, പക്ഷെ നീ ഗഫൂറും റഹീമുമാണ്, പുറത്തരണം. അല്ലാഹു എന്താ പറഞ്ഞറിയോ? യഗ്ഫിറു ദുനൂബ ജമീഅൻ, മുഴുവൻ ഞാൻ പുറത്തേരും, ഒന്നു ബാക്കിയത്. എത്ര വലിയ തോന്നിവാസി, തേണ്ടി, തെമ്മാടി, വൃത്തികെട്ടവൻ, നാട്ടുകാർ ഒഴിവാക്കി, ഉപ്പൊഴിവാക്കി, അവസാനം ഉമ്മ പറഞ്ഞു, എന്റെ വയറ്റിൽ നിന്നെപ്പോൾ തോന്നി ജനിച്ചു പോയല്ലോ, വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അല്ലാഹു പറയാൻ, യാ ഇബാദി, ഞാൻ പുറത്താക്കൂല, നീ വാ ചോദിക്ക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദി, അല്ലാഹു ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവന്റെ അടിമ തൗബ ചെയ്യുമ്പോഴാണ്.
റമദാനിന് മുമ്പ് പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യണം. നല്ല നീയത്തുണ്ടാവണം. കിട്ടിയാൽ അതിമനോഹരമായിട്ട് ഉപയോഗിക്കണം. പ്രത്യേകിച്ചും ലാസ്റ്റ് 10 ആയാൽ സജീവമാവണം. അള്ളാഹു പറഞ്ഞ എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ഇത്ര ശക്തമായിട്ട് പറഞ്ഞതിനറിയോ, എനിക്ക് ചെയ്യാൻ. ഇനി എനിക്കൊരു കുറ്റബോധം വരും, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിയാലോ, അതിനു വേണ്ടി മാത്രം. കാരണം എന്താ അറിയോ, സുന്നത്താണ്, ആരും ആരെയും നിർബന്ധിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും ഉണ്ടാവും റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ. കിതാബ് ഇങ്ങനെ തരും, കിതാബ് തരും. എന്താ പറയാന്നുള്ള പറഞ്ഞ്, ഇഖ്റ കിതാബക്, നീ എന്നെ വായിക്ക്. മലക്കളെ നേൽപ്പിക്കുന്നില്ല, നീ എന്നെ വായിക്ക്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ആ വായന മാത്രം മതി, വിചാരണയായിട്ട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനൊന്നുമില്ല. അങ്ങനെ വായിക്കുമ്പോണ്ടാവും, ഇയാൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാനിങ്ങനെ തപ്പിത്തടയുന്നു, ഒന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല വായിക്കാൻ, കരയേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തോടെ പരിശുദ്ധ റമദാൻ നസീബാക്കി തരട്ടെ. കഴിവിന്റെ പരമാവധി ഇഖ്ലാസോടെ ആത്മാർത്ഥമായി അള്ളാന്റെ പൊരുത്തത്തിനും തൃപ്തിക്കും വേണ്ടി അമലുകൾ ചെയ്യാൻ, അലങ്കരിക്കാൻ, പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി ശക്തമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.